വേദാന്തസാരമായിരിക്കുന്ന ഭാഗവതത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തത്വദീക്ഷ എത്രത്തോളം ശക്തമാണ് എന്നുള്ളത് ഭഗവാൻ വേദവ്യാസ ഋഷി ആദ്യത്തെ പ്രയോഗത്തിലൂടെ നമ്മൾക്ക് കാണിച്ചു തന്നു. കാരണം ജന്മാദ്യസ്യ യഥ എന്ന പ്രയോഗം ബ്രഹ്മസൂത്രത്തിൻ്റെ രണ്ടാമത്തെ പദമാണ്. ഇത് പലപ്പോഴും നമ്മൾ ആലോചിച്ച് എത്തിച്ചേരാറുള്ളത് ജന്മാദി അസ്യ യഥ എന്നത് ബ്രഹ്മത്തിൻ്റെ ലക്ഷണമാണ് എന്നൊരു വികല ധാരണയിലാണ്. ഭാഗവതം ശക്തമായിരിക്കുന്ന ഭാഷയിൽ ഏറ്റവും ഒടുവിൽ പറയും ബ്രഹ്മം ലക്ഷണശൂന്യം അചിന്യം നിർവികാരം. ലക്ഷണമില്ലാത്തതിനെ എങ്ങനെ വാക്കുകളാൽ പറയാൻ സാധിക്കും? അതിനിഗൂഢമായിരിക്കുന്ന തത്വദീക്ഷ നിറഞ്ഞിരിക്കുന്ന ശ്രുതിഗീത കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഭാഗവതം പറഞ്ഞു എന്നിരിക്കെ ഇതൊരു തടസ്ഥ ലക്ഷണമായി വേണം നമ്മൾ കാണാൻ. അതായത് ഒരു ആചാര്യൻ ഒരു ശിഷ്യന് ഉപദേശം കൊടുക്കുമ്പോൾ അതിൻ്റെതായിരിക്കുന്ന ചില ക്രമങ്ങളുണ്ട്. ആ ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശാസ്ത്രത്തിന് സിദ്ധാന്തപക്ഷം എന്നും പ്രയോഗശാസ്ത്രം എന്നും രണ്ട് തലങ്ങളുണ്ട്. ഇതിൽ സിദ്ധാന്തപക്ഷത്തിൽ മാത്രമാണ് പലപ്പോഴും നമ്മൾ ഭാഗവതത്തെ ആലോചിച്ച് കാണുന്നത്. പ്രയോഗപക്ഷത്തിലേക്ക് പലപ്പോഴും കടക്കാറില്ല. അതുകൊണ്ട് തന്നെ പലരും വ്യാഖ്യാതാക്കൾ ഉൾപ്പെടെയുള്ളവർ ബ്രഹ്മത്തിൻ്റെ ലക്ഷണമാണ് ഈ പറയുന്ന ജന്മാദി അസ്യ യഥ എന്നൊരു വികലമായിരിക്കുന്ന ധാരണ ജഡത്തെ ആത്മവസ്തുവായി പറയുന്ന പോലെ എന്ന് നിസ്സംശയം പറയാം. ഇവിടെ തടസ്ഥ ലക്ഷണം കൊണ്ട് ഇത് ആലോചിക്കുമ്പോൾ ഇതിൻ്റെ സാങ്കത്യം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നോക്കാം. ഒരാളൊരു താഴ്വാരത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുന്നുവെന്ന് സങ്കല്പിക്കുക. ഈ താഴ്വാരത്തിൽ ഒരു 100 വീടുകളുണ്ട്. ആ 100 വീടുകളും ഒരേപോലെ ഇരിക്കുന്നുവെന്നും സങ്കല്പിക്കുക. ആ ഒരേപോലെ ഇരിക്കുന്ന വീടുകളിൽ ഒന്നിൽ മുകളിൽ നിൽക്കുന്ന ആളിൻ്റെ സുഹൃത്തായിരിക്കുന്ന ദേവദത്തൻ്റെ ഗൃഹമുണ്ട് എന്നും സങ്കല്പിക്കുക. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാൾക്ക് ഈ താഴ്വാരവും വീടുകളുമെല്ലാം സുപരിചിതമാണ്. പക്ഷെ അതിൻ്റെ ഏകദാനത സ്വഭാവം കൊണ്ട് മുകളിൽ നിൽക്കുന്ന എനിക്ക് അറിയേണ്ടുന്ന ദേവദത്തൻ്റെ ഗൃഹം ഏതാണെന്ന് ഞാൻ ചോദിക്കുമ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ട് അയാൾക്ക് അറിയാമെങ്കിലും ഇതേതാണ് ദേവദത്തൻ്റെ ഗൃഹമെന്ന് കാണിച്ചു തരാൻ പറ്റാത്ത അവസ്ഥയിലും അദ്ദേഹം ഇരിക്കുന്നുവെന്ന് സങ്കല്പിക്കുക. പിടി കിട്ടുന്നുണ്ടോ ആവോ? എല്ലാവരും എന്നെ നോക്കി പേടിപ്പിക്കാൻ തോന്നുന്നു. അപ്പം ഏതായാലും ഈ പറയുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്ന ആള് ചോദ്യം ചോദിക്കുന്ന ആളിൻ്റെ മുൻപിൽ എങ്ങനെ പറയണമെന്നറിയാതിരിക്കുന്നു. ഇപ്പം ഈ സദസ്സിൽ ഞാൻ ഇരിക്കുന്ന പോലെ. കാരണം ഇവിടെ ഇരിക്കുന്ന ഈ സമൂഹത്തെ മുഴുവനും കാണുന്നുണ്ട്. ഈ കസേരകളിലും ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കുമൊക്കെ ഈ സത്രത്തിൻ്റെ സ്വഭാവം കൊണ്ട് ഇപ്പം ഭാഗവത ശ്രോതാക്കൾ എന്ന ഏകദാനത ഭാവമാണ്. ഇതിൽ എൻ്റെ ഒരു സുഹൃത്ത് ഇരിക്കുന്നുണ്ടെങ്കിലും ആരാണ് അവിടെ ഏതു ഭാഗത്താണെന്ന് ചോദിച്ചാൽ എനിക്കും പറയാൻ പറ്റാത്തതുപോലെ. അപ്പം ഈ ഒരേ സ്വഭാവമുള്ള വീടുകളിൽ അറിയാൻ താല്പര്യമുള്ള ദേവദത്തൻ്റെ ഗൃഹം ഏതാണെന്നുള്ള ചോദ്യത്തിന് അതറിയാവുന്ന ആൾക്ക് അതിൻ്റെ ഏകദാനത സ്വഭാവം കൊണ്ട് ഉത്തരം പറയാൻ പറ്റാതെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു കാക്ക വന്നിട്ട് കൃത്യം ഈ ദേവദത്തൻ്റെ ഗൃഹത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് പറയാം കാകാധിഷ്ഠിതം ഗൃഹം ദേവദത്തം. കാക്ക ഇരിക്കുന്ന ഗൃഹമാണ് ദേവദത്തൻ്റെത്. ഇതൊരു സത്യമായ കാര്യമാണോ? ദേവദത്തൻ്റെ വീടിൻ്റെ അഡ്രസ്സ് എഴുതുന്ന സമയത്ത് കാക്ക ഇരിക്കുന്ന ഗൃഹമാണ് ദേവദത്തൻ്റെ എന്ന് എഴുതാൻ പറ്റുമോ? കേൾക്കാൻ വയ്യ. ഇല്ല. കാരണം എനിക്ക് പഠിപ്പിച്ച് ശീലമായതുകൊണ്ട് ഒരു ഫീഡ്ബാക്ക് കിട്ടാതെ അടുത്തത് വരില്ല. അപ്പം നമ്മൾ തമ്മിലുള്ള പ്രായത്തിൻ്റെ അന്തരം മറന്നേച്ചാൽ മതി. കാരണം ഈ സദസ്സിൽ വന്നിരിക്കുന്നത് ശരിക്കും ആലോചിക്കുമ്പോൾ ഈ സദ്യ കഴിക്കാൻ പോണ മാതിരിയാണ്. സദ്യ കഴിക്കുമ്പോൾ സദ്യ ഒടുങ്ങുന്ന സമയത്ത് ധാരാളം പായസം വിളമ്പും. ആ പായസം ധാരാളമായിട്ട് കോരി കുടിക്കുമ്പോൾ ഇടയ്ക്ക് നാവിനൊരു മരവിപ്പുണ്ടാകും. അപ്പം ഈ മരവിപ്പ് മാറ്റാൻ വേണ്ടി ഒരു എളുപ്പവഴിയുണ്ട്. ഇലയുടെ മൂലയിലുള്ള നാരങ്ങാക്കറി എടുത്ത് നാവിൽ തൊട്ട് വയ്ക്കും. തൊട്ട് മുമ്പൊരു പാൽപ്പായസം കടന്നു പോയതേ ഉള്ളൂ ഭൂമാനന്ദ സ്വാമിജി.
ഇനി വരാനിരിക്കേണ്ടത് വലിയൊരു പാൽപ്പായസമാണ് നിർമ്മലാനന്ദഗിരി സ്വാമിജി. അതിനിടയിൽ ഒരു നാരങ്ങാക്കറി. അപ്പൊ ഈ നാരങ്ങാക്കറിയുടെ ഗുണം എന്താ വെച്ചാൽ വിറച്ചേ വിളമ്പുള്ളൂ. കാരണം ഈ വിറച്ച് വിളമ്പുമ്പോൾ ശരിക്കും വിളമ്പുന്ന ആൾക്കും ഒരു ഭയം ഉണ്ടാവും. കാരണം ഇത് സദ്യയിൽ ശരിക്കും പുറത്തേക്ക് ചാടുകയാണ് സാധാരണ പതിവ്. പക്ഷേ ഒരു ചെറിയ ഗുണമുള്ള എന്താ വെച്ചാൽ നാവിൻ്റെ മരവിപ്പ് മാറിക്കിട്ടാൻ. എനിക്ക് പാൽപ്പായസം വിളമ്പൊന്നും അറിയില്ല, അതിനുള്ള യോഗ്യതയില്ല. അപ്പോൾ ഏതായാലും നാരങ്ങാക്കറി വിളമ്പാനായിട്ടൊന്ന് ശ്രമിക്കാം. അതിനൊരു വിഷയം തന്നിട്ടുണ്ട്. നേരത്തെ ഇത് പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ബ്രഹ്മാവബോധം എന്നൊക്കെ പറയുമ്പോൾ തടസ്ഥ ലക്ഷണത്തിൻ്റെ രീതിയിൽ ആലോചിച്ചില്ല വെച്ചാൽ അതിൽ വരുന്ന അബദ്ധം ജഡത്തെ ആത്മവസ്തുവായി കാണേണ്ടി വരും. അസ്ഥിഭാതി സ്വരൂപമായിരിക്കുന്ന അസ്ഥി എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഉള്ളത്, ഭാതി എന്ന് പറഞ്ഞാൽ എക്കാലത്ത് പ്രകാശിക്കുന്നത്, പ്രിയം അസ്ഥിഭാതി പ്രിയം എന്നാണ് യഥാർത്ഥത്തിൽ ശരീരത്തിൻ്റെതായിരിക്കുന്ന തലം. അതായത് ഇത് ഏറ്റവും പ്രിയമാണ്, ആനന്ദ സ്വരൂപമാണ്, അതുപോലെ തന്നെ എക്കാലത്തും നിലനിൽക്കുന്നതാണ്. അപ്പൊ ഈ പറയുന്ന അസ്ഥിഭാതി പ്രിയസ്വരൂപമായിരിക്കുന്ന ആത്മവസ്തുവിനെ ജഡമായി ആരോപിക്കാൻ സിദ്ധാന്തപക്ഷം മാത്രം നോക്കുമ്പോൾ സാധിക്കും. പക്ഷെ പ്രയോഗശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ഭാഗവതത്തിന്റെ തത്വദീക്ഷ എത്രത്തോളം സുദൃഢമാണ്. ഇപ്പൊ സൗന്ദര്യലഹരി അത് നമ്മളൊക്കെ വായിക്കാറുണ്ട്, പക്ഷെ അതിൻ്റെ പ്രയോഗശാസ്ത്രം വേറെയാണ്. അത് സരസ്വതി മഹളിൽ സഫ്രോജി മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ ഉള്ള പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഒരെണ്ണം ഉണ്ടെന്നാണ് മഹാത്മാക്കൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പൊ പാതഞ്ജല യോഗസൂത്രം നമ്മളൊക്കെ പഠിച്ചിട്ട് നമ്മൾ പറയും യോഗോ ചിത്തവൃത്തി നിരോധ. പക്ഷെ ഈ ചിത്തവൃത്തി നിരോധം എന്താണെന്നുള്ള ഗുരുകൃപ കൊണ്ടല്ലാതെ സാധ്യമല്ല. കാരണം ഇവിടെ ഭാഗവതത്തിന്റെ വേദിയിലുള്ള ശുഗനെന്ന് പറയുന്ന പരമസത്യം അല്ലെങ്കിൽ എഴുത്തച്ഛന്റെ കിളി, ഇത് രണ്ടും കൂടി ഒരു കമ്പാരിസൺ നടത്തേണ്ട അത്യാവശ്യമാണ്. കാരണം മലയാള ഭാഗവതത്തിലുള്ള ഈ എഴുത്തച്ഛന്റെ കിളി എന്ന് പറയുന്നത് പലരും പറയാറുണ്ട് ഈ കിളി യഥാർത്ഥത്തിൽ ഒരു തത്ത. അപ്പൊ എഴുത്തച്ഛനെ വിഭാവനം ചെയ്യുമ്പോൾ ഒരു തത്ത കൂടെ കൊണ്ടുപോകുന്ന ഒരാളായാണോ നമ്മൾ കാണേണ്ടതല്ല. ഈ തത്ത ഏതാണെന്ന് ചോദിച്ചാൽ ഇന്നും പാലക്കാട് ചെന്നാൽ കാണാം, ചിറ്റൂർ അദ്ദേഹത്തിന്റെ സ്മാരകത്തിൽ എഴുത്തച്ഛൻ ശുദ്ധനായിരിക്കുന്ന ശ്രീവിദ്യോപാസകനാണ്. ഈ ശ്രീവിദ്യോപാസകന്മാരുടെ കുല സ്വരൂപിണിയായിരിക്കുന്ന സാക്ഷാൽ ആനന്ദ സ്വരൂപിണി രാജരാജേശ്വരിയുടെ കരങ്ങളിൽ ഇരുന്ന് ലോകത്തെ പ്രസാദിപ്പിക്കുന്ന തത്ത തന്നെയാണ് യഥാർത്ഥത്തിൽ എഴുത്തച്ഛന്റെ തത്തയും. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ വ്യാസന്റെ ശുഗവും. അതുകൊണ്ടാണ് പത്മപുരാണത്തിൽ ഒരു പ്രയോഗമുണ്ട്, ഛായാശുഗൻ. ഈ ശുഗന് ശരീരമില്ല എന്നാണ്. ശരീരമുണ്ടെങ്കിൽ ഉപദേശം ഉണ്ടാവില്ല. ശരീരഭാവം വെച്ചുകൊണ്ട് എങ്ങനെ ഉപദേശിക്കാൻ പറ്റുക? ശരീരമുണ്ടെങ്കിൽ ഉപദേശം ഇല്ല. കാണേണ്ടത് ഒറ്റ തവണയെ കാണേണ്ടതുള്ളൂ, കേൾക്കേണ്ടത് ഒറ്റ തവണയെ കേൾക്കേണ്ടതുള്ളൂ. അരുണാചലത്തിലേക്ക് വെങ്കടരമണൻ പോയി, ഒറ്റ പ്രാവശ്യമേ പോയുള്ളൂ. 17-ാമത്തെ വയസ്സിൽ ഒരു കൗപികനെ കൊടുത്തുകൊണ്ട് യാത്രയായി. തൻ്റെ അച്ഛനെ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അവിടെ ചെന്നു, അരുണാചല മൂർത്തിയുടെ ആ വിഗ്രഹത്തെ ചെന്ന് ആലിംഗനം ചെയ്തു. 54 വർഷം താഴെ കഴിഞ്ഞു, രണ്ടാമതൊന്നും പോയില്ല. കാരണം കാണേണ്ടത് കണ്ടു കഴിഞ്ഞു. നമ്മൾ എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടും സ്വരൂപസ്ഥിതി വെച്ച് ആലോചിക്കാത്തത് കൊണ്ട് പ്രയോഗശാസ്ത്രം ഒരു വഴിക്കും ഭാഗവത പഠനം തിയറിറ്റിക്കൽ സ്റ്റഡി ആയിട്ട് മറ്റൊരു വഴിക്കും പോണു. അതുകൊണ്ടാണ് പുരഞ്ജനോപാഖ്യാനം തുടങ്ങിയ കഥകൾ പറയുമ്പോൾ അവിടെ ഒരു തത്വദീക്ഷ കാണിക്കേണ്ടത്. ഒരു അധ്യായം പറഞ്ഞിട്ട് അതിൻ്റെ തത്വദീക്ഷ ഇന്നതാണ്, അത് പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. ആ ബോധം ഉള്ളിലേക്ക് വരണം. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ തടസ്ഥ ലക്ഷണം അന്വയ വ്യതിരേക യുക്തി എന്ന് ആദ്യം പറയാം. ഇത് വെറുതെ പറയണതേ അല്ല. കാരണം ഭാഗവതം വേദസാരം തന്നെ, സംശയം വേണ്ട. അതുകൊണ്ടാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ധീമഹി എന്നൊരു പ്രയോഗം വന്നത്. കാരണം ധീമഹി എന്ന പ്രയോഗം അവിടെ പ്രയോഗിക്കാൻ പാടില്ല. അത് വ്യാകരണപരമായി തെറ്റാണ്. ആത്മനേപതി പരസ്മൈപതിയൊക്കെ സംസ്കൃത വ്യാകരണത്തിൽ നോക്കുമ്പോൾ അവിടെ പ്രയോഗിക്കേണ്ടത് ഒന്നെങ്കിൽ ധ്യായാമി എന്ന് പ്രയോഗിക്കണം. അവിടെ പിന്നെ എന്തിന് ധീമഹി കൊണ്ട് പ്രയോഗിച്ചു? വ്യാസഭഗവാന് വ്യാകരണം അറിയാഞ്ഞിട്ടാണോ? അല്ല. അവിടെ ധീമഹി എന്നുള്ള പദം നമ്മൾ ഒരു മന്ത്രത്തിൽ കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം, ഗായത്രി മന്ത്രത്തിൽ. ആ ഗായത്രി എന്ന് പറയുന്നത് ഋഗ്വേദത്തിന്റെ ക്രക്സ് ആണ്, ഋഗ്വേദത്തിന്റെ ക്വിന്റ് എസൻസ് ആണ്. അപ്പൊ ഭാഗവതത്തില് ആദ്യ ശ്ലോകത്തിൽ തന്നെ ഒരു വ്യാഹൃതി. കാരണം വ്യാകരണം ഭാഗവതത്തിൻ്റെത് വേറെയാണെന്നാണ് പറയുക. സാധാരണ വ്യാകരണം പഠിച്ചാൽ ഇത് വ്യാകരണം ആവില്ല. ഇപ്പൊ ഉദാഹരണത്തിന് രാസക്രീഡ ചെയ്യുമ്പോൾ ഭഗവാൻ അപിത രാത്രി എന്നൊരു പ്രയോഗമുണ്ട്. ആ രാത്രി എന്ന് പറയുന്ന പ്രയോഗം നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കും. കാരണം രാസക്രീഡയുടെ ഒടുവിൽ പറയും ഒരു രാത്രി മാത്രമേ ഇവിടെ രാസക്രീഡ ഉണ്ടായിട്ടുള്ളൂ.
പക്ഷേ രാത്രി എന്ന പ്രയോഗം രാത്രികളെ എന്നാണ് വരിക. പക്ഷേ അവിടെ ഇകാരാന്തത്തോടു കൂടി ഒരു ഇകാരാന്തം കൂടെ ചേരുമ്പോൾ അത് രാത്രികളെ എന്നുള്ളത് മാറിയിട്ട് ഏകമായി ഭവിക്കുമെന്നൊരു നിയമമുണ്ട്. അത് വൈദിക വ്യാകരണത്തിലാണ് അതിന് പ്രാതിശാഖ്യം എന്നേ പേര്. ഇപ്പൊ ഋഗ്വേദത്തിന്റെ വ്യാകരണത്തിന് ഋഗ്വേദ പ്രാതിശാഖ്യം എന്ന് പറയും. അപ്പൊ പ്രാതിശാഖ്യം എന്ന് പറയുന്ന ഒരു ശാസ്ത്രവും കൂടെ ഭാഗവതത്തില് അന്തർലീനമാണ് എന്നർത്ഥം. അപ്പൊ ധീമഹി മാത്രമല്ല, അത് ഋഗ്വേദത്തിന്റെ ഛായയെ കാണിക്കാൻ പ്രയോഗിച്ചു. ആദ്യത്തെ 4 സ്കന്ധം എന്ന് പറയുന്നത് ഋഗ്വേദം തന്നെയാണ്. ഭാഗവതത്തിലെ ആദ്യത്തെ 4 സ്കന്ധം ഋഗ്വേദം. കാരണം രണ്ടാമത്തെ സ്കന്ധത്തിൽ വരുമ്പോൾ ചതുശ്ലോകി ഭാഗവതം. ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നാസദീയ സൂക്തത്തിന്റെ സംഗ്രഹമാണ്. നാസദാസി നോസദാസി തദാനിം നാസിദ്രജോ നോ വ്യോമാപരോയത് കിമാവരിഹ കുഹകസ്യ ശർമ്മൻ അംബ കിമാസിത് ഗഹനം ഗഭീരം എന്ന് തുടങ്ങണ നാസദീയ സൂക്തത്തിന്റെ സംഗ്രഹമാണ് അഹമേവാസമേവ അഗ്രേ എന്ന് തുടങ്ങണ ചതുശ്ലോകി ഭാഗവതം. വിരാട് പുരുഷ വർണ്ണന ദ്വിതീയത്തിൽ വരണ പരീക്ഷത്തിനുള്ള പ്രചണ്ഡ വേഗത്തില് തൻ്റെ സർപ്പൻ പവർ അല്ലെങ്കിൽ പ്രാണശക്തി കുണ്ടലിനി ഉദ്ധാപനത്തിന് സഹായകമായ ആ വിരാട് പുരുഷ ധ്യാനം എന്ന് പറയുന്നത് 4 വേദത്തിലും കാണുന്ന പുരുഷ സൂക്തത്തിന്റെ ക്രക്സാണ്. ഇങ്ങനെ എമ്പാടും ആദ്യത്തെ 4 സ്കന്ധങ്ങൾ നോക്കിയാൽ തനി ഋഗ്വേദ തത്വങ്ങൾ തന്നെയാണെന്ന് കാണാം. 5ാമത്തെ സ്കന്ധത്തിൽ വരുമ്പോൾ യജുർവേദമായി. കാരണം 5ാമത്തെ സ്കന്ധം ഭാഗവതത്തിൽ വായിക്കാൻ കുറച്ചങ്ങോട്ട് പ്രയാസമാണ്. മൂലം ഭാഗവതത്തില് ഗദ്യരൂപത്തിലാണ്. എന്താ കാര്യം ചോദിച്ചാൽ യജുർവേദം മുഴുവനും ഗദ്യത്തിലാണ് രചിച്ചിട്ടുള്ളത്. മാത്രമല്ല രുദ്രഗീതാദികളൊക്കെ കടന്നു വരണു. രുദ്രൻ യജുർവേദ സ്വരൂപനാണ്. അപ്പോൾ രുദ്രതത്വം അവിടെ വരണു. അപ്പൊ 5 തൊട്ട് 9 വരെ സ്കന്ധങ്ങളൊന്ന് ചിക്കി ചകഞ്ഞാൽ ഇത് യജുർവേദ തത്വദീക്ഷ. 10ാമത്തെ സ്കന്ധത്തിലേക്ക് വന്നാൽ അവിടെ കാണാം സാമവേദത്തിന്റെ ഒരു രീതി. സാമവേദം സാധാരണ പോലെ ജപിക്കാൻ പറ്റില്ല, സ്തോഭാക്ഷര പ്രധാനങ്ങളാണ്. ഇപ്പൊ അഗ്നേയ എന്നൊരു പദം ഋഗ്വേദക്കാരൻ ജപിക്കുമ്പോൾ അഗ്നേയ എന്ന് പറയും. പക്ഷെ സാമവേദത്തിൽ അഗ്നേയ എന്നൊരു പദം വരുമ്പോൾ അതിന്റെ ഘടന മാറും. ഓയായി തോയായി യോഗ്നായി എന്ന് വരും. ഇത് സ്തോഭസ്വരൂപമാണ്. അതായത് ഗീതികാ പ്രാധാന്യമുള്ള വേദമാണ് സാമം. ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ മാത്രമേ 3 ഗീതങ്ങളുള്ളൂ. 1 ഗോപികാഗീതം, 2 യുഗളഗീതം, 3 ഭ്രമരഗീതം. അത് സാമവേദ തത്വദീക്ഷയാണ്. നമ്മളൊരു തെറ്റിദ്ധാരണയിലാണ് അഥർവവേദം എന്ന് പറഞ്ഞാൽ കൊള്ളാത്ത വേദം, ആഭിചാരം. അതേ അല്ല. അഥർവം എന്നുള്ള വാക്കിനർത്ഥം തന്നെ സംരക്ഷണം എന്നാണ്. അഥർവത്തിലെ സൗഭാഗ്യകാണ്ഡത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആയുർവേദത്തിന് സമഗ്രമായിരിക്കുന്ന വളർച്ചയൊക്കെ വന്നിട്ടുള്ളത്. അത് കർമ്മകാണ്ഡത്തിലൂടെ എങ്ങനെ കർമ്മത്തെ നിരാകരിക്കാം എന്ന് പഠിപ്പിക്കണം. അല്ലാതെ കർമ്മം ചെയ്തേ കർമ്മം നേടാൻ പറഞ്ഞിട്ടില്ല. ഭഗവത്ഗീതാദികള് യജ്ഞസംസ്കാരത്തെ പ്രോത്സാഹിപ്പിച്ചത് യജ്ഞത്തെ കർമ്മം ചെയ്തുകൊണ്ട് ഉപേക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ അത് ചെയ്തുകൊണ്ടേയിരിക്കാനല്ല. ഈ തത്വമാണ് ഏകാദശ ദ്വാദശ സ്കന്ധങ്ങളിൽ കാണാം. എങ്ങനെ ഭഗവാനെ പൂജിക്കണം, എങ്ങനെ ഓരോ യുഗത്തിലൊക്കെ പൂജ വേണം, സഗുണമായ ഉപാസനയ്ക്ക് പ്രാധാന്യം കൊടുത്തു ഒടുവിൽ അത് അഥർവ തത്വം പ്രകാശിക്കുകയാണ്. അപ്പൊ ഭാഗവതം ഒടുവിൽ പറഞ്ഞത് അതുകൊണ്ടാണ് സർവവേദാന്ത സാരം ഹി ശ്രീ ഭാഗവതം ഇഷ്യത്തെ. ഈ ബേസിൽ വേണം കഥകളെ നമ്മൾ അനുധാവനം ചെയ്യാൻ. അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, വരാഹാവതാരം, ഹിരണ്യാക്ഷ മോക്ഷം. തൃതീയ സ്കന്ധത്തിലാണ് വരാഹാവതാരം കടന്നു വരുന്നത്. തൃതീയ സ്കന്ധത്തിന്റെ ധർമ്മം തന്നെ സർഗം എന്ന് പേര്. സർഗം യഥാർത്ഥത്തിൽ ആഗമതന്ത്രത്തിലെ വിഷയമാണ്. ആഗമതന്ത്രങ്ങളിൽ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് സർഗം. 2ാമത്തത് പ്രളയമാണ്. 3ാമത്തത് ശക്തിയോടുള്ള താതാത്മ്യം പ്രാപിക്കലാണ്. അങ്ങനെയൊക്കെ അതിൽ 5 ക്രമങ്ങൾ പറയും. അതിലേക്ക് നമ്മൾ തൽക്കാലം കടക്കണില്ല. ഇവിടെ സൃഷ്ടി സർഗം എന്ന് പറയുന്നത് ഭൂതമാത്രേന്ദ്രിയതയാം ജന്മസർഗ ഉദാഹൃത. അതായത് എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത്? ഈ ഒരു ചോദ്യം ആധുനിക ഫിസിക്സ് ചോദിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ക്വാണ്ടം ക്രോമോഡൈനാമിക്സിലൊക്കെ വ്യത്യസ്തങ്ങളായ സിദ്ധാന്തങ്ങൾ വന്നു. പക്ഷേ ഭാഗവത തത്വദീക്ഷയിൽ സർഗം എന്താണെന്നുള്ളത് വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു വെച്ചു, വ്യക്തമായ തത്വദീക്ഷയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ തൃതീയ സ്കന്ധം തുടങ്ങുമ്പോൾ തന്നെ ഒരു മഹാത്മാവിനെ പരിചയപ്പെടുത്തും, സാക്ഷാൽ വിതുരൻ. വിതുരൻ തീർത്ഥയാത്രയ്ക്ക് പോയി എന്ന് പറയണം. കുറച്ച് ഒരു പാറ്റേണിന് വേണ്ടിയിട്ട് ആ കഥാഭാഗങ്ങളൊന്നും അനുസ്മരിച്ച് അങ്ങോട്ട് കടന്നു പോകാം, എന്നിട്ട് അതിൻ്റെ തത്വദീക്ഷയിലേക്ക് വരാം. അപ്പൊ വിതുര മഹാശയൻ, വിതുരൻ എന്ന വാക്കിന് തന്നെ അർത്ഥം വിത് എന്ന ധാതുവിൽ നിന്നാണ് വിതുര ശബ്ദം ഉണ്ടായിട്ടുള്ളത്. വിത് എന്ന് പറഞ്ഞാൽ അറിവ്. അറിവിൽ രമിക്കുന്നവനാരോ അവൻ വിതുരൻ. വി എന്ന ഉപസർഗത്തിന് സംസ്കൃതത്തിലെ നൺ എന്നൊരർത്ഥമുണ്ട്, നൺ ഫാക്ടർ, അതായത് ഇല്ല എന്നർത്ഥം. അപ്പൊ ദുരയില്ലാത്തവനാരോ അവൻ വിതുരൻ. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെയൊക്കെ നോക്കൂ, എന്ത് രസം ആ പേരൊക്കെ. കൗരവന്മാരുടെ മുഴുവൻ പേര് നോക്കി അറിയാം. ദുശാസനൻ, ദുർദർശൻ, ദുർമദൻ, ദുശ്ശള,
എല്ലാറ്റിൻ്റെ ആദ്യത്തെ അക്ഷരം കേൾക്കാനില്ല. ദു ആണ്. അതവരുടെ സ്വഭാവം കൊണ്ടാന്നാ പറയാം. ദുഷിച്ച സ്വഭാവമുള്ളവർക്കൊക്കെ ആദ്യം ഒരു ദു കൊടുത്തു. അപ്പം ശരിക്കും നമ്മുടെയൊക്കെ പേരിൻ്റെ ആദ്യത്തിൽ ഒന്ന് വേണം. ഇപ്പം രാഘവൻ എന്നാണ് പേരെങ്കിൽ ഒറിജിനൽ പേരെങ്ങനെ വരും? ദുരാഘവൻ. ശ്യാമള എന്നാണെങ്കിൽ ഒറിജിനൽ പേര് ദുശ്യാമള എന്ന് വരണം. അപ്പം ഇതൊക്കെ വെറുതെ കൊടുത്ത പേരുകളെ അല്ല, അതൊക്കെ അർത്ഥാടിസ്ഥാനത്തിലാണ്. ധനത്തെ ദുര്യോഗം ചെയ്യാൻ അറിയുന്ന ആരോ അവൻ ദുര്യോധനൻ. ധനം എന്ന് പറഞ്ഞാൽ സ്വത്തല്ല, സന്തോഷത്തെ നഷ്ടപ്പെടുത്തുന്നവൻ ദരിദ്രൻ. സന്തോഷമില്ലാത്തവനാണ് ദരിദ്രൻ. അതില്ലാതാക്കുന്നവൻ ദുര്യോധനൻ എന്നർത്ഥം വരും. പക്ഷെ വിതുരൻ എന്ന് പറഞ്ഞാൽ അശേഷമില്ലാത്തവനാരോ അവൻ വിതുരൻ. ആ വിതുരൻ തീർത്ഥയാത്രയ്ക്ക് പോയി. എന്താ കാരണം വെച്ചാൽ ഉപദേശിക്കാൻ പോയി. ആരെയാ? ദുര്യോധനനെ. എല്ലാവരും ഉപദേശിക്കാൻ പാടില്ല എന്നാണ് വിതുരവാക്യത്തിൽ പറയുക. ആരൊക്കെ ഉപദേശിക്കാനുണ്ട്. അപ്പൊ ദുര്യോധനനെ ഉപദേശിക്കാൻ പോയിട്ട് പറഞ്ഞു, ഹേ ദുര്യോധന, നീ യുദ്ധം ജയിക്കാൻ പോണില്ല. കാരണം എന്താ വെച്ചാൽ നിന്റെ കയ്യിലുള്ള കൗരവ പട കൊണ്ട് പാണ്ഡവ പടയെ മുച്ചൂടും മുടിക്കാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, പാണ്ഡവന്മാരെ മുഴുവനും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാളുണ്ട്. ആരാത്? കിടക്കണോ? ഉറക്കെ പറയോ? കൃഷ്ണാന്ന് വിളിക്കണം, അപ്പോഴേ വരുള്ളൂ. അപ്പൊ ആ കൃഷ്ണനുണ്ട് കൂടെ. അതുകൊണ്ട് നീ ജയിക്കാൻ പോണില്ല എന്ന് തീർത്തു പറഞ്ഞു. അപ്പോൾ ദേഷ്യമുണ്ടായി. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത ആളുകൾക്ക് വേഗത്തിൽ ദേഷ്യം ഉണ്ടാവും. അപ്പൊ പറഞ്ഞു, അമ്മാവന് ചോറ് ഞങ്ങളാണ് തരുന്നതെങ്കിലും കൂറ് മുഴുവനും പാണ്ഡവന്മാരോടായിരുന്നുല്ലേ എന്ന് പറഞ്ഞിട്ട് വിതുരന്റെ ജീവസ്ഥാനങ്ങളെ മുഴുവനും വാക്കുകളാകുന്ന അസ്ത്രങ്ങളെ കൊണ്ട് മുറിവേൽപ്പിച്ച് പറഞ്ഞു വിട്ടു എന്നാണ്. സൈത്യുൽബല കർണബാണി ഭ്രാതു പുരോ മർമ്മസുതാടിതോപി. വേറൊരു വ്യാഖ്യാനം വിശ്വനാഥ ചക്രവർത്തിയുടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അതായത് കർണനും ദുര്യോധനനും ചേർന്നൊരർത്ഥം. കർണങ്ങളെ ശൂലമാകുന്ന വാക്കുകളെ കൊണ്ട് ഏതു തർപ്പിച്ചു എന്ന് പറയണു ഒരു ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗത്ത് പറയണു കർണനും ദുര്യോധനനും ചേർന്നിട്ട് ഈ മഹാത്മാവിനെ ആട്ടി ഓടിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ദേഷ്യമൊന്നും ഉണ്ടായില്ല. എന്താ വെച്ചാൽ ഇവിടുന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെടണം എന്നൊരു ആഗ്രഹമുണ്ട്. കൗരവന്മാരുടെ കൂട്ടത്തിൽ കഴിഞ്ഞിട്ട് തൻ്റെ രക്തവും ഭീഷ്മരെ പോലെ ദുഷിക്കുമോ എന്നൊരു ചെറിയ പേടിയുണ്ട് വിതുരർക്ക്. മനസ്സിലായില്ല? കാരണം ഭീഷ്മർ അങ്ങനെ രക്തം ദുഷിച്ചിട്ടുണ്ടെന്ന് പിതാമഹൻ തന്നെ ഒരു രംഗത്ത് പറയുന്നുണ്ട് ഭാരതത്തില്. ശരശയിൽ കിടക്കുമ്പോൾ കൃഷ്ണനും അതേപോലെ പാണ്ഡവ കുട്ടികളും ചെന്ന് കാണും ധർമ്മം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പല പല ധർമ്മങ്ങൾ പറയും. ഒരു രാജ്യം ധർമ്മസമ്പന്നമാകുന്നത് എപ്പോഴെന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ പിതാമഹർ ഉത്തരം പറഞ്ഞു കൊടുക്കും. ഒരു പതിവ്രതയും ഉദാത്തയുമായിരിക്കുന്ന ഒരു സ്ത്രീരത്നം ഒരു രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഓപ്പൺ എയറിൽ ഒരു രാത്രി അവർക്ക് ആരും ആശ്രയമില്ലാതെ കഴിയേണ്ടി വന്നാൽ ആ സ്ത്രീയുടെ ശരീരത്തിനോ അഭിമാനത്തിനോ മാനത്തിനോ ഒരു പോറലു പോലും ഏൽക്കാതെയാണ് പിറ്റേ പ്രഭാതം പുലരുന്നതെങ്കിൽ ആ രാജ്യം ധർമ്മസമ്പന്നമാണെന്ന് പറഞ്ഞു. ദ്രൗപദി പൊട്ടിച്ചിരിച്ചു. ചോദിച്ചു, പിതാമഹ, എവിടെയായിരുന്നു അങ്ങയുടെ ധർമ്മബോധം കുറെ കാലം മുമ്പ്? അഭിശപ്തമായിരിക്കുന്നൊരു മുഹൂർത്തത്തിൽ എൻ്റെ ഒറ്റച്ചേല വലിച്ചിഴച്ച് അങ്ങയുടെ കുട്ടികൾക്ക് നേരെ ഒന്ന് വിരൽ ചൂണ്ടാൻ അങ്ങയ്ക്കായില്ലല്ലോ. അപ്പോഴാണ് പിതാമഹർ പറഞ്ഞത്, കുട്ടി, നീ പറഞ്ഞതിൽ മറ്റൊരു കാര്യമുണ്ട്. അന്ന് കൗരവന്മാരുടെ കൂടെ കഴിഞ്ഞ് അവര് വെച്ച് വിളമ്പിയ ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ രക്തം ദുഷിച്ചിരുന്നു. ഇന്നിതാ പാർത്ഥന്റെ അമ്പ് കൊണ്ട് ഈ രക്തമൊക്കെ വാർന്നൊഴുകിപ്പോയി. അതുകൊണ്ടാണ് പറയാ, എല്ലായിടത്തു നിന്നും കിട്ടണ ഭക്ഷണം വാരി വലിച്ച് കഴിക്കരുത്. ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു പ്രയോഗമുണ്ട്. ആഗമതന്ത്രം അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കൈവശം എന്നാണ് പറയുക. ഓട്ടോടോക്സിക് ആയിരിക്കുന്ന അവസ്ഥ. ഓട്ടോടോക്സിക് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കിട്ടണമല്ല, സന്തോഷപൂർവമായ അല്ലാതെ ഭക്ഷണം വിളമ്പെന്ന് വെച്ചാൽ അതൊക്കെ കൈവശം തന്നെ. മനസ്സിലായില്ല? ഇപ്പൊ ചിലർക്കൊക്കെ മനസ്സിലായി, ചില ഭർത്താക്കന്മാർക്കൊക്കെ മനസ്സിലായി എവിടുന്ന കൈവശം കിട്ടിയെന്നുള്ളത്. പിടികിട്ടിയില്ല. ചിരിച്ചുകൊണ്ട് തരുന്ന 2 ഇഡ്ഡലിയാണോ നല്ലത്, മുഖം വെറുപ്പിച്ചുകൊണ്ട് തരുന്ന 10 ഇഡ്ഡലിയാണോ? നമുക്ക് അങ്ങനെയൊന്നുമില്ല, 10 അങ്ങോട്ട് പോരട്ടെ അല്ലേ? അങ്ങനെയില്ല. അപ്പൊ സന്തോഷപൂർവമായി കിട്ടുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഭക്ഷണ കാര്യം വളരെ കൺട്രോൾഡ് ആവണം. ആധ്യാത്മികതയിൽ സഞ്ചരിക്കുന്നവർ ആ വിഷയത്തിലേക്ക് വരാനുണ്ട്. സമയം കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് പോവുകയാണ്. അപ്പോൾ ഏതായാലും ഇവിടെ ഭക്ഷണം കഴിച്ച് ദുഷിച്ച രക്തവുമായി ചിലരൊക്കെ ഉണ്ട്. അതുപോലെ ആവാൻ പാടില്ല. വിതുര മഹാശയൻ അസ്ത്രമോ വസ്ത്രമോ എടുക്കാതെ പോയി എന്നാണ് തീർത്ഥയാത്രയ്ക്ക് പോയി. എങ്ങനെ തീർത്ഥയാത്രയ്ക്ക് പോകണമെന്ന് പറഞ്ഞു തരണു. നമ്മളൊക്കെ തീർത്ഥയാത്രയ്ക്ക് പോകാറുണ്ട്. പക്ഷെ വിതുര തീർത്ഥയാത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഏകാന്തത്തിലേ പോകണം, ഏകാന്തത്തിലേ പോകാവൂ. എല്ലാ സ്ഥലത്ത് ചെന്നിരിക്കുക. ഏകാന്ത സ്ഥലങ്ങളിൽ ചെന്നിരുന്നിട്ട് സന്ധ്യാവന്ദനം, ജപം, തർപ്പണമൊക്കെ വേണം. നമ്മുടെ തീർത്ഥയാത്ര എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 50 പേര് ചേർന്നിട്ട് ഒരു ബസ് പിടിക്കും ഇല്ലേ? പഴനിക്കൊക്കെ പോകാറുണ്ട് ചിലരൊക്കെ. എന്തിനാ പോണത്?
അവിടെ പ്ലാസ്റ്റിക് ബക്കറ്റിനൊക്കെ വില കുറവാ. എന്നിട്ട് അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും. അപ്പം യഥാർത്ഥ തീർത്ഥയാത്ര എന്ന് പറഞ്ഞ ഇതല്ല, ഏകാന്തത്തിലുള്ള സഞ്ചാരമാണ്. ആ ഏകാന്തമായ സഞ്ചാരം എങ്ങനെ വേണമെന്ന് വിതുരൻ കാണിച്ചു തരണു. വിതുരൻ എന്ന് പറയുന്ന മഹാത്മാവ് മാത്രമല്ല, വ്യാസപുത്രന്മാർ മുഴുവനും ജീവിതത്തിൻ്റെ ദാർശനിക തത്വദീക്ഷകളാണ്. ഈ 4 പുത്രന്മാരും വേദവ്യാസ ഋഷിയുടെ 4 മക്കളെന്ന് പറയുന്നത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ആദ്യത്തെ ആളായിരിക്കുന്ന വിതുരനാണ് ധർമ്മത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ. കാരണം എങ്ങനെയാണ് ധർമ്മം പുലർത്തേണ്ടത്? ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗവത സമീക്ഷയുടെ ആ പത്രികയിൽ കൊടുത്തിട്ടുണ്ട്. ഭഗവത് തത്വം എന്താണെന്നുള്ളത് വദന്തി തത്വതവിദഃ തത്വം യത് ജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതി പറയുന്നുണ്ട്. ശൗനകാദി മഹർഷിമാർ ഒരു ചോദ്യ വേളയിൽ പറയുന്നുണ്ട് സൂതപൗരാണികനുമായിട്ടുള്ള സംവാദത്തിൽ, ഏതാവാൻ സാങ്കേയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠിത ജന്മലാഭ പരപുംസാന്തേ നാരായണ സ്മൃതി. ധർമ്മം എന്ന് പറഞ്ഞാൽ നാരായണ സ്മൃതി. ആ നാരായണ സ്മൃതി എങ്ങനെ വേണമെന്ന് നമ്മളെ കാണിച്ചു തരികയാണ് സാക്ഷാൽ വിതുര മഹാശയൻ. അതുകൊണ്ട് ധർമ്മമാണ് വിതുരൻ. അർത്ഥത്തിൻ്റെ പ്രതീകമാണ് ധാർത്തരാഷ്ട്രൻ. എത്ര കിട്ടിയാലും ഒതുങ്ങാത്ത ആസക്തി. ജീവിച്ചിരിക്കുന്ന ഒരച്ഛൻ്റെ പ്രതീകമാണ്. ജീവിതത്തിൽ ഒന്നും ആവാനാവാതെ പോയ, മക്കളെ പോലും കൺട്രോൾഡാക്കാനാവാതെ പോയ ഒരച്ഛൻ. ധൃഞ്ഞ് അബധ്വംസനെ എന്ന പദത്തിൽ നിന്നാണ് ഈ പദത്തിൻ്റെ വ്യുൽപ്പത്തി. അബധ്വംസിക്കുക എന്ന് പറഞ്ഞാൽ ഭിന്നിപ്പിക്കുക. അതാണ് ധൃതരാഷ്ട്രന്റെ ജോലി. രാഷ്ട്രത്തെ ധരിക്കുന്നവനാരോ അവൻ ധൃതരാഷ്ട്രൻ. രാഷ്ട്രഭരണാധികാരികൾ എപ്പോഴും അന്ധരായിരിക്കും എന്നാണ് ഭാരതത്തിലെ ദർശനം. അവർക്ക് മറ്റുള്ളവരെ അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കണ്ണൊക്കെ കെട്ടിയിരിക്കുന്നത്. കൂടെ കൂടിയ ആൾ പോലും അന്ധൻ്റെ കൂടെ കൂടിയവനും അന്ധനായി എന്നർത്ഥം. അർത്ഥ ആസക്തി എത്ര വന്നാൽ എന്തെല്ലാം വിഷമം ഉണ്ടാവുക. ഒരു സന്യാസിയിൽ ഹിമാലയൻ മാസ്റ്റേഴ്സിൽ പറയും, ഒരു കഥ പറയും. ബംഗാളി ബാബ, സ്വാമി രാമ എന്നിവരുടെ തീവ്രമായിരിക്കുന്ന ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഒരു ചാരുതയാർന്ന ചിത്രീകരണമാണ് ഹിമാലയൻ മാസ്റ്റേഴ്സ്. അതിലൊരു കഥ പറയുന്നുണ്ട്. ഒരു ശിഷ്യനോട് ഒരു സന്യാസി പറഞ്ഞു കൊടുത്തു, ദീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ 3 കാര്യങ്ങളിൽ ആസക്തി പാടില്ല. 1 ധനം, 2 സ്ത്രീ, 3 പ്രശസ്തി. അപ്പം ഇദ്ദേഹം പക്വം മതിയായിരിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു നിധികുംഭം കണ്ടു എന്നാണ്. അപ്പം നിധികുംഭം കണ്ടപ്പോൾ പതുക്കെ, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു കാര്യം ചെയ്യാം, നാട്ടുകാരെ സഹായിക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ നിധികുംഭം കുറച്ച് പേർക്ക് കാണിച്ചു കൊടുത്തു. ഇവരൊക്കെ കൂടെ വന്ന് സന്യാസിക്കിട്ട് 4 എണ്ണം കൊടുത്തു. ബാക്കിയുള്ള കുടങ്ങൾ എവിടെയെന്നാണ്. അപ്പം ധനം കണ്ട കുഴപ്പമാണ്. അന്നൊരു പാഠം പഠിച്ചു, ധനം വേണ്ട. ഇനി അടുത്തത് അതേ അങ്ങനെ സഞ്ചരിച്ച് കുറേ കാലം കഴിഞ്ഞു. അപ്പോൾ ഒരു പൂച്ച അടുത്ത് വന്ന് ഇരിക്കുകയാണ്. അപ്പം സന്യാസിക്ക് ഒരു കാരുണ്യം തോന്നി. അപ്പോൾ പൂച്ച ഇങ്ങനെ ഒന്നും കഴിക്കണില്ല താൻ കൊടുക്കണത്. അപ്പോൾ കുറച്ച് പാല് കിട്ടിയാൽ തിരക്കടില്ല എന്ന് തോന്നി. അപ്പോൾ ഒരു പശുവിനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പശുവിനെ വാങ്ങി അവിടെ വെച്ചു. അപ്പോൾ ഒരു സ്ത്രീ ഇതിനെ കറക്കാൻ വന്നു തുടങ്ങി. അപ്പോൾ ഈ സ്ത്രീയോട് സ്വാമി പറഞ്ഞു, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്ത്രീ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഈ പൂച്ചയ്ക്ക് മാത്രമല്ല സ്വാമിക്കും ഒക്കെ കുറച്ച് ഈ പാല് കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീ അവിടെ അടുത്ത് കൂടി. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ സ്വാമി ഒരു കുട്ടിയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അവിടുന്ന് പിന്നെ രക്ഷപ്പെട്ടു. ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോയി. അപ്പോൾ കുറേ സിദ്ധികളൊക്കെ കിട്ടി. കിട്ടിയപ്പോൾ ഒരു ദരിദ്രനായിട്ടുള്ള ആൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് തീരെ നിവൃത്തിയില്ല സ്വാമിജി, എന്തെങ്കിലും തരണം. സ്വാമിജി തൻ്റെ താടി രോമത്തിൽ നിന്ന് ഒരെണ്ണം പിഴുതെടുത്തിട്ട് പറഞ്ഞു, ഈ തലമാരിയിൽ കൊണ്ട് വെച്ചോളൂ, നാളെ വേണ്ടതൊക്കെ കിട്ടും. അയാളത് വിശ്വസിച്ചൊന്നുമില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രാവിലെ ഈ രോമം ഇരുന്ന സ്ഥലത്ത് ചെന്ന് നോക്കി. അപ്പോൾ ഒരു കുടന്ന സ്വർണ്ണ നാണയം. അടുത്ത രംഗം എന്താണെന്നറിയോ? നാട്ടുകാരൊക്കെ വന്നിട്ട് സ്വാമിയുടെ താടി പറിക്കലാണ്. ഇത് 3 ഒഴിവാക്കണം. ഇതൊക്കെ നമ്മുടെ അന്തരംഗ വാസനകളാണ്. ഞാനിവിടെ ഇരിക്കണമെന്നുള്ള ബോധം എനിക്കും ഇത് കേൾക്കണമെന്നുള്ള ബോധം നിങ്ങൾക്കും ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളെന്ന് വരും. ഇത് മാറിയിട്ട് നമ്മളെന്നുള്ള ആശയത്തിലേക്ക് വന്നാൽ ഈ പ്രശ്നമൊക്കെ തീർന്നു. ഇതൊക്കെ ഭ്രമങ്ങളാണ്. അപ്പം അതിനു വേണ്ടിയാണ് കർമ്മം കുറച്ച് ചെയ്തിട്ട് അറ്റാച്ച്മെൻ്റ് ഇല്ലാണ്ടാക്കുക എന്ന് പറയാം. ഇവിടെ അർദ്ധാസക്തി വന്നാൽ പിന്നെ വിഷമാണ്. അർദ്ധാസക്തി എന്ന് പറയുന്നതേ വിഷമം. ധൃതരാഷ്ട്രനെ നോക്കുക, ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആള്. കൗരവ പാണ്ഡവ യുദ്ധമൊക്കെ കഴിഞ്ഞു. ആ പാണ്ഡവ പടകുടീരത്തിൽ വന്നിട്ട് അഭയം പ്രാപിച്ചിരിക്കണു ധാർത്തരാഷ്ട്രൻ നാണമില്ലാതെ. അപ്പോഴാണ് വിതുരൻ തീർത്ഥയാത്ര കഴിഞ്ഞിട്ട് ആ വഴിക്ക് വരുമ്പോൾ ചോദിക്കും, നാണമില്ലേ? വിതുരന്റെ ഭാഷ അപാര ഭാഷയാണ്. അഹോ മഹീയസേ ചന്തോർ ജീവിതാശായ ഭവാൻ ഭീമാപവർജിതം പിണ്ട മാതത്തെ ഗൃഹപാലവത്. ഗൃഹപാലനെ പോലെ എന്നാണ് ചോദിച്ചത്. ഗൃഹപാലൻ എന്ന് പറഞ്ഞാൽ ആരാ? നായ. നാണല്ലേ തനിക്കെന്നാണ്. തനിക്ക് ഓർമ്മയുണ്ടോ ഈ പാണ്ഡവ കുട്ടികളെ? ഒരു കാലത്ത് താനും തൻ്റെ മക്കളും ചേർന്നിട്ട്
അന്ധതയിൽ മൃഗതൃഷ്ണയിൽ വീണുപോയിരിക്കുന്നൊരു വേട്ട മൃഗത്തെ പോലെ വേട്ടയാടി ഈ പാവങ്ങള് ഭീമനെ താൻ കല്ല് കെട്ടിയിട്ട് താഴ്ത്തിയില്ലേ? ആ ദ്രൗപദിയുടെ വസ്ത്രം അഴിച്ചു നിങ്ങളൊക്കെ ചേർന്നിട്ട്. അവസാനം പകയറ്റിയ സർപ്പങ്ങളെ പോലെ തിരിച്ചു വന്നു ആ പാണ്ഡവാദികള്. എന്നിട്ട് ആ യുദ്ധഭൂമിയിൽ സഞ്ജയൻ പറഞ്ഞു കേട്ടിട്ട് തനിക്ക് ഓർമ്മയുണ്ടാവും, ധാർത്തരാഷ്ട്ര, അതായത് തൻ്റെ മക്കളുടെ പൊന്നോമന തുടകളൊക്കെ അടിച്ചു തകർത്ത് അവരുടെ തലച്ചോറ് വാരി ആരാധനം ചെയ്ത് ഇതൊരു കൈകൾ കൊണ്ടാണോ തനിക്കിപ്പോൾ ചോറി വാരി തരണത്? ഇതിനേക്കാളൊക്കെ നല്ലത് മക്കൾ ജീവിച്ചിരിക്കുമ്പോൾ രക്തം കൂട്ടി ചോറുണ്ണതാണ്. ആ ഉപദേശത്തിൽ മാറിയെന്നാണ് ധാർത്തരാഷ്ട്രൻ. ധർമ്മം കൊണ്ട് അർത്ഥാസക്തിയെ ജയിക്കാം എന്നുള്ളതിൻ്റെ പ്രതീകമാണ്. അടുത്ത കഥാപാത്രമാണ് വ്യാസപുത്രനായിട്ടുള്ള 4-ാമത്തെ ആള്, സാക്ഷാൽ മഹാത്മാവായിരിക്കുന്ന ശ്രീശുക ബ്രഹ്മർഷിയും അതേപോലെ തന്നെ കാമത്തിൻ്റെ പ്രതീകമായ പാണ്ഡുവും. കാമം എന്ന് പറഞ്ഞാൽ സെക്ഷൽ മോട്ടിവേഷൻ മാത്രമല്ല, ഏതൊന്നിനോടുമുള്ള മോട്ടീഫാണ് കാമം. ആ കാമം എങ്ങനെ അധപ്പതിപ്പിക്കും എന്നുള്ളതാണ്. പാണ്ഡു എന്ന് പറയുന്ന ആളെ നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. പാണ്ഡുവിൻ്റെ ശരീരം മുഴുവൻ എന്താ ഉള്ളത്? പാണ്ഡില്യ. പാണ്ഡു എന്ന് എങ്ങനെ എഴുതുക? നായും ഡായും കൂടിയാണ്. പാണ്ഡ് എന്നുള്ളതിൻ്റെ ഡാ അതല്ല ടവർഗത്തില്. പാണ്ഡുവിൻ്റെ രോഗം അനീമിയയാണ്. അനീമിക് പേഷ്യൻ്റാണ് പാണ്ഡു. ഭാഗവതകാരൻ്റെ ആയുർവേദ ദർശനാണ്. അനീമിക് പേഷ്യൻറ്റിന് ഡോക്ടർ ആദ്യം കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷനാണ് സ്ത്രീ സംഘം പാടില്ല. സ്ത്രീ സംഘം ചെയ്താൽ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു പോകും. പാണ്ഡു എങ്ങനെയാണ് മരിക്കണം നോക്കൂ. മാദ്രിയെ പുൽകി പുണർന്നുകൊണ്ട് പാണ്ഡു മരിച്ചു എന്ന് പറയുന്നത് ഭാഗവതത്തിൻ്റെ ദർശനമാണ്. പഠിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഭാഗവതം ശാസ്ത്രം. അത് വെറുതെ പറഞ്ഞില്ലേ ഒരു കാര്യവും. ഒരു വാക്കിലും അനേക കോടാനുകോടി ജന്മത്തിൻ്റെ തപസ്സിൻ്റെ സഫലതയാണ്. വേദവ്യാസ ഋഷിയുടെ ഹൃദയമാണ് ഭാഗവതം. അതുകൊണ്ട് അത് വെറുതെ പറ്റില്ല. അപ്പോൾ പാണ്ഡു എന്ന് പറയുന്നത് മോട്ടീഫിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. എങ്ങനെയാണ് കാമത്തിലൂടെ ജീവിതം അധപ്പതിപ്പിച്ച് പോണത്. 4-ാമത്തെ മഹാത്മാവാണ് ശ്രീശുക ബ്രഹ്മർഷി. 16 വയസ്സെന്നാ പറയുക. ഷോഡശകലാസമ്പന്നനായ ശ്രീശുകൻ. ഇത് ധർമ്മമർത്ഥം കാമമോക്ഷം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. പുരുഷാർത്ഥങ്ങൾ ഏതാണെന്നൊരു ക്വിസ് കോമ്പറ്റീഷനിൽ ചോദിച്ചാൽ ധർമ്മമർത്ഥം കാമമോക്ഷം എന്ന് പറയാം. പക്ഷെ പുരുഷാർത്ഥം ഒന്നേ ഉള്ളൂ, മോക്ഷം. ബാക്കിയൊക്കെ ഒരു ട്രാക്ക് ഇട്ടിരിക്കുകയാണ്. എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതിന് ഒരു ട്രാക്കാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആദ്യത്തെ 3 അപ്പം മോക്ഷമാണ് പരമപുരുഷാർത്ഥം. മുക്തി ഹിത്വ അന്യതാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. സെൽഫ് റിയലൈസ്ഡ് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് വരാനാണ് ഈ കാണിക്കുന്ന കസർത്തുകളൊക്കെ എന്നർത്ഥം. അപ്പം ഇതിൽ ധർമ്മസ്വരൂപനായ സാക്ഷാൽ വിതുര മഹാശയൻ. ആ വിതുര മഹാശയൻ ധർമ്മത്തിൻ്റെ ഉടല് തന്നെയാണ്, ഉടമ്പ് തന്നെയാണ്. ആ വിതുര മഹാശയൻ തീർത്ഥയാത്രയിലൂടെ കടന്നുപോയി 36 കൊല്ലക്കാലം വാനപ്രസ്ഥം അനുഷ്ഠിച്ചു. ഭഞ്ജനീയം സംഭ്രജനീയം മനസ്സംപൃക്തോ ഇത് വാനപ്രസ്ഥ പാണിനി. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ് ഫ്രീ ആവലാണ്. ഭാഗവതമൊക്കെ എടുത്താൽ എന്താ പിന്നെ ഏകാന്തത? മനസ്സിലായില്ല. എല്ലാവർക്കും പരാതിയാണ്, അമ്മമാർക്കൊക്കെ പരാതിയാണ്, മരുക്കൾ നോക്കണില്ല നമ്മുടെ വെറുതെയാണ്. ഭാഗവതം എടുത്തിട്ട് ബുദ്ധിയുടെ സർജനം തുടങ്ങിയാൽ ഏകാന്തത ആസ്വാദിക്കാൻ പറ്റും, ആസ്വാദ്യമായിട്ട് തോന്നും. നമ്മൾക്ക് ബുദ്ധിയുടെ സർജനമില്ല. ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലൊരു സുഖം വേറല്ല. ഭാഗവതമൊക്കെ മുന്നിലുണ്ടെങ്കിൽ എത്രയോ കാലം പോലും കടന്നുപോയി എന്ന് വരാം. അതുകൊണ്ട് അറ്റാച്ച്മെന്റ് ഫ്രീ ആവലാണ് യഥാർത്ഥത്തിൽ വാനപ്രസ്ഥാവസ്ഥ. വിതുരൻ പിന്നെ തിരിച്ചു വരുന്ന രംഗമാണ് തൃതീയത്തിൽ ആദ്യം. വിതുരന്റെ ഗൃഹത്തെ പോലും ഉപേക്ഷിച്ചിട്ടാണ് വിതുരൻ പോണത്. ഋദ്ധിമത്തെന്നൊരു പ്രയോഗമുണ്ട് ഭാഗവതത്തില് വിതുര ഗൃഹത്തെ പറ്റിയിട്ട്. ഹസ്തിനത്തില് ദൂത് പറയാനൊക്കെ വരുമ്പോൾ കൃഷ്ണൻ തങ്ങണ ഗൃഹമാണ് വിതുര മഹാശയന്റെ ഗൃഹം. ഐശ്വര്യ സമൃദ്ധമായ ഗൃഹം. ഭഗവാന്റെ പാദങ്ങൾ വീണ് അതിതീവ്രമായിരിക്കുന്ന ഐശ്വര്യലബ്ധിക്ക് ദൃഷ്ടാന്തമായിരിക്കുന്ന ആ ഗൃഹത്തെ പോലും വിതുര മഹാശയൻ ഉപേക്ഷിച്ചുകൊണ്ടാണ് കടന്നുപോയത്. ഇതാണ് ഉപേക്ഷാ മനോഭാവം. നമ്മൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിഷമാണ്. നമ്മളെ ഒന്ന് ഉപേക്ഷിച്ച് പോകണം, നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. നമ്മൾ ഉപേക്ഷിച്ചാൽ അത് തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അതൊരു വിഷമമുള്ള കാര്യമാണ്. ഗുരുകൃപ കൊണ്ട് മാത്രമേ ഉപേക്ഷ സാധ്യമാവുകയുള്ളൂ. വേറെ വഴിയൊന്നുമില്ല അതിന്, കുറുക്കു വഴികളൊന്നുമില്ല അതിനും. ഏതായാലും തിരിച്ചു വരികയാണ് വിതുര മഹാശയൻ. ആ വരവില് മഹാത്മാവായിരിക്കുന്ന ഉദ്ധവനെ കണ്ടുമുട്ടി. അഹോ, മഹാഭക്തന്മാർ തമ്മിൽ കണ്ടുമുട്ടണത് ആർക്കാ വിവരിക്കാൻ പറ്റുക? രണ്ടുപേരും തമ്മിൽ പരസ്പരം ആലിംഗനം ചെയ്തു എന്നാണ് ഭാഗവതം. സ വാസുദേവാനുജനം പ്രശാന്തം ബൃഹസ്പതി പ്രാക്തനയം പ്രതീതം ആലിംഗ്യഗാഠം പ്രണയേന ഭദ്രം. രണ്ടാളും തമ്മിൽ കണ്ടുമുട്ടി, കണ്ണുനീര് ആലോലെ കുളിച്ചു. അവരങ്ങനെ ആലിംഗനബദ്ധരായിട്ടിരിക്കുകയാണ് യമുനാ നദിയുടെ തീരത്ത്. അങ്ങനെ ഇരുന്നിട്ട് ഓരോരോ വിവരങ്ങൾ ചോദിക്കുകയാണ് വിതുര മഹാശയൻ ഉദ്ധവനോട്. ഉദ്ധവ, അവിടുന്ന് പറയൂ, കൃഷ്ണന് സുഖാണോ?
എന്ന് ചോദിക്കാൻ വയ്യ. കൃഷ്ണൻ എന്ന വാക്ക് പറയുമ്പോഴേക്കും ഓരോ രോമകൂപങ്ങളിലും ഭക്തിയുടെ ആ ചെറ എങ്ങനെ പൊട്ടി ഒഴുകിയിട്ട് താഴേക്കൊലിക്കുകയാണ്, കണ്ണുനീർ ആലോലെ കുളിച്ചുകൊണ്ട്. അദമ്യമായിരിക്കുന്ന ഭക്തി. ഭക്തി എന്ന് പറയുന്നത് ഒരു ചെറിയ സാധനമല്ല, അത് എല്ലാ യോഗത്തെക്കാളും മേലെയാണ്. ശ്രീധരാചാര്യ സ്വാമികള് ഭാഗവതത്തിന്റെ 2ാമത്തെ ശ്ലോകം ശ്രീധരീയത്തില് വ്യാഖ്യാനിക്കുമ്പോൾ പറയും, ഭക്തിയുടെ ഡെഫിനിഷൻ അത്ര ശ്രീമതി സുന്ദരി ഭാഗവതി പരമോ ധർമ്മോ നിരൂപ്യതേ പരമത്വ ഹേതു പ്രകൃഷ്ണോചിതം കൈതവം കപിടം യസ്മിൻ സഹ പ്രശബ്ദേന മോക്ഷാഭിസന്ധിരപി നിരസ്തഃ കേവലം ഈശ്വരാരാധന രൂപോ ധർമ്മോ നിരൂപ്യതേ. ഭഗവാൻ വന്നിട്ട് വൈകുണ്ഠം തരാന്ന് പറഞ്ഞാൽ പോലും വേണ്ട കൃഷ്ണ, അവിടുത്തെ പാദങ്ങളെ ഭജിക്കുന്ന മഹാഭക്തന്മാരുടെ പാദങ്ങളെ ഒന്ന് തൊടാൻ പറ്റിയാൽ അത് തന്നെ സഫലമാണ് ഈ ജന്മം. ഇതിൽ കൂടുതൽ എന്താ എനിക്ക് വേണ്ടത്? അവിടുത്തെ കഥകൾ പറയാൻ പറ്റുക, കേൾക്കാൻ പറ്റുക, ആസ്വദിക്കാൻ പറ്റുക, ഒന്നും വേണ്ടാത്ത അവസ്ഥ. ത്യജിക്കണം എന്നുള്ളത് പോലും മോഹാണ്. സന്യാസിയാവണം എന്നുള്ളത് പോലും മോഹാണ്. സന്യസിക്കുക, ആധ്യാത്മിക ജീവിതം നയിക്കുക എന്നുള്ളതൊക്കെ മാറ്റിവെച്ചിട്ട് ആത്മനിയന്ത്രണത്തോടു കൂടി അച്ചടക്കപൂർവമായൊരു ജീവിതം നയിക്കുക. അതാണ് ഭാഗവതത്തിന്റെ ദർശനം. മറ്റതൊക്കെ പാരമഹംസ്യ ഭാവത്തിലേക്ക് ഒരു പരിണാമം പോലെ ആവേണ്ടതാണ്. ആയിത്തീരാൻ പറ്റില്ല. എങ്ങനെ ആയിത്തീരാൻ പറ്റുക? കുപ്പസ്വാമി ശിവാനന്ദ സരസ്വതി ആയത് ഒരു പരിണാമ ദശാകാലത്തിലാണ്. മഹാത്മാക്കളുടെയൊക്കെ ദശാകാലത്തിലൊരു പരിണാമമുണ്ട്. അവര് 10-16 കൊല്ലക്കാലം എവിടെയാണെന്ന് പോലും ആർക്കും അറിയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ആ പ്യൂപ്പ ചിത്രശലഭമാകുന്നത് പോലെ സുഗന്ധം പരത്തി അവർ പുറത്തേക്ക് വരും. അതായിത്തീരലല്ല, അത് പരിണാമ ദശാകാലമാണ്. ഇവിടെ മഹാത്മാവായിരിക്കുന്ന ഭക്തന്മാർ തമ്മിൽ കണ്ടുമുട്ടിയാൽ സഹജമായിരിക്കുന്ന ഒരു സമാധി അവസ്ഥയിൽ വരുമെന്നാണ്. സമാധി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം തെറ്റിദ്ധരിച്ചിട്ടുള്ളൊരു പദമാണ്. സമാധി എന്ന് പറഞ്ഞാൽ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലൊരു പൂച്ചയുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. പൂച്ചയുടെ കഥ തീർന്ന എന്തു പറയും? പൂച്ച ചത്തു. അപ്പുറത്തെ വീട്ടിലെ ഗോപാലേട്ടൻ മരിച്ചു. ചട്ടമ്പി സ്വാമി, ഗുരുദേവൻ, രമണ മഹർഷി, സമാധി. അപ്പൊ എന്താ വ്യത്യാസം? മരണമില്ലാത്തവർക്കുള്ളതാണ് സമാധി. ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് ദി കോൺഷ്യസ്നസ് സമാധി. ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നർത്ഥം. ബുദ്ധി സമമാകുമ്പോൾ സമാധി എന്നൊക്കെ പറയും. പക്ഷെ അതൊരവസ്ഥയാണ്, അത് ബിയോണ്ട് വേർഡ്സ്. വാക്കുകളൊക്കെ അവിടെ അസ്തമിക്കും. മരണമില്ലാത്തവർക്കുള്ളതാണ് സമാധി. സായി സമാധിയെ എന്ന് പറഞ്ഞിട്ട് ആളുകൾ കരയണത് കണ്ടു. സായി സമാധിയായിട്ട് എത്രയോ കാലമായി. സായിയുടെ ശരീരം എപ്പോഴോ വിട്ടുപോയി, അപ്പോഴേ സമാധിയായി. അല്ലാതെ ഇപ്പോ ഭൗതിക ശരീരം ഉപേക്ഷിക്കുമ്പോഴല്ല സമാധി. അവരുടെ ജീവിതമേ സമാധി തന്നെയാണ്. പിന്നെ എന്തിനും നിലവിളിക്കണം? ഗുരു മരിച്ചാൽ കരയുന്ന ഗുരുവും ശിഷ്യനും, ശിഷ്യൻ മരിച്ചാൽ കരയുന്ന ഗുരുവും ഗുരു ശിഷ്യന്മാരല്ല. അങ്ങനെയല്ല. കാരണം അത് തത്വമാണ്, തത്വദീക്ഷയാണ്. ഗുരു തത്വം എന്ന് പറഞ്ഞാൽ ത്വമേവ ഭാതി പ്രതിഭാതി സർവം, ഇതൊക്കെ ഗീത പറയണ മാതിരി തന്നെ. അപ്പൊ ഇവിടെ മഹാഭക്തന്മാർ തമ്മിൽ കണ്ടുമുട്ടി പരസ്പരം ആലിംഗനബദ്ധരായി. ആ ആലിംഗനത്തിലേ അങ്ങനെ മുഴുകിയിരുന്നു അവര്. ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാനുള്ള സാക്ഷാൽ ഉദ്ധവൻ പൊട്ടിക്കരയാണ്. എന്താ കാരണം എന്നറിയോ? ഈ ചോദിക്കുന്നവരാരും തന്നെ ജീവിച്ചിരിപ്പില്ല, എല്ലാവരും പോയി. എങ്ങനെയും മഹാത്മാവിനോട് ഞാൻ പറയുക കൃഷ്ണൻ സ്വധാമത്തെ പ്രാപിച്ചത് എങ്ങനെയപ്പ പറയുക? നമ്മുടെ നാവ് കൊണ്ട് പറ്റുമോ? ഭഗവാനില്ല എന്ന് പറയാൻ പറ്റുമോ? ഇതാണ് മഹാത്മാക്കളുടെ സ്വഭാവം. മറ്റൊരാൾക്ക് വിഷമുണ്ടാക്കുന്ന ഒരു വാക്ക് അവരുടെ നാവിൽ നിന്ന് വരില്ല, അവർ പറയില്ല. നമ്മളൊക്കെ ആലോചിച്ച് നോക്ക്, ഒരാളോട് സംസാരിക്കുമ്പോൾ എത്ര മുള്ളതിനകത്ത് വെക്കാമെന്നാ ചിന്തിക്കുക. ഇയാംബ്ലിക്കസിൻ്റെ ടീച്ചിങ്സ് ഉണ്ട് ഹിലേഡിയൻ മാസ്റ്റേഴ്സിൽ. അദ്ദേഹം പറയും, നിങ്ങൾക്ക് സംസാരിക്കാൻ ആരംഭിക്കാം, മറ്റുള്ളവരുടെ ചെവികൾക്ക് നിങ്ങളുടെ വാക്കുകൾ അമൃതവർഷമായി ഭവിക്കുന്നെങ്കിൽ മാത്രമേ ശബ്ദം പുറത്തേക്ക് വരാവൂ. ഇല്ലെങ്കിൽ മൗനമായിട്ടിരിക്കണം, ഒന്നും മിണ്ടണ്ട. മഹാത്മാക്കൾ എടുത്തു പോയിട്ടും ഒന്നും പറയണ്ട, ഒന്നും ചോദിക്കണ്ട. അവരുടെ അടുത്ത് പോയിരുന്നാൽ തന്നെ ശാന്തിയാണ്. ശാന്തിയുള്ള ഒരാളെ കണ്ടാൽ ശാന്തിയാണ്. സംശയമൊന്നും വേണ്ട, ചോദ്യമൊന്നും വേണ്ട, ഒരു ജിജ്ഞാസയും വേണ്ട. യഥാർത്ഥ സത്തയുള്ള, സത്ത അറിഞ്ഞിരിക്കുന്നവരുടെ അടുത്ത് പോയിരുന്നാൽ ചോദ്യങ്ങളൊക്കെ അസ്തമിക്കും താനെ. നിശബ്ദമായിരിക്കുന്ന ബോധതലത്തിലേക്ക് വരാനാണ് യാത്ര എന്നറിയണം. വിവേകാനന്ദ സ്വാമി അവസാന കാലത്ത് വങ്കഗംഗയിലേക്ക് കെട്ടി ഉയർത്തപ്പെട്ട ഒരു റൂമിൽ കഴിഞ്ഞു. എന്നിട്ട് അവിടെ ഇരുന്ന് നിവേദിതയ്ക്ക് കത്തെഴുതി. സിസ്റ്റർ നിവേദിതയ്ക്ക്, ഹേ നിവേദിത, ഇത്രയും കാലം ഞാൻ ഓടി നടന്നു പിരമിഡുകളുടെ കെയ്റോയിലൂടെ, ഉഗ്രപുരാതനമായ കോൺസ്റ്റാന്റിനോപ്പിളിലൂടെ, ഏഥൻസിലൂടെ. പക്ഷെ ഒക്കെ കഴിഞ്ഞിട്ട്
ഈ മുറിയിൽ ഏകാന്തമായിരിക്കുമ്പോൾ എൻ്റെ മൗനത്തെ വഞ്ചിക്കുന്ന, എൻ്റെ ഏകാന്തതയെ വഞ്ചിക്കുന്ന ഒരു വഞ്ചിപ്പാട്ട് രാത്രിയുടെ യാമങ്ങളിൽ കടന്നു വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആ നിതാന്തമായ പ്രപഞ്ച സംഗീതം. അവസാനം ചിക്കാഗോയിൽ നിന്ന് രണ്ടാമതും ടോക്സിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി വന്നപ്പോൾ സ്വാമിജി ഒരു പുലർകാല മഞ്ഞുതുള്ളി പൊഴിയുന്ന ലാഘവത്തോടു കൂടി ക്ഷണിക്കാൻ വന്നവരെ നോക്കി പറഞ്ഞു, ഇനി എങ്ങോട്ടും വരുന്നില്ല, ഐ ആം പ്രിപ്പയറിംഗ് ഫോർ ഡെത്ത്. സ്വാമിജിക്ക് മരണവും ഒരു യാത്ര മാത്രമായിരുന്നു, ശരീരത്തെ ഉപേക്ഷിക്കലും ഒരു യാത്രയായിരുന്നു. അതുകൊണ്ട് വാക്കുകൾ വളരെ പ്രധാനമാണ്, പരമപ്രധാനമാണ്. വിതുരമഹാസേൻ അതുകൊണ്ട് ചോദിച്ച ചോദ്യത്തിനൊക്കെ ചിലതിനൊക്കെ മാത്രമേ പറഞ്ഞുള്ളൂ. ഭഗവാൻ പോയി എന്ന് പറഞ്ഞില്ല, പക്ഷെ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. ഭഗവത് തത്വം അവസാന നിമിഷങ്ങളിൽ ഉദ്ധവനും ഭഗവാനും തമ്മിൽ ഒരു സംവാദം ഉണ്ടായിട്ടുണ്ട്. അതിന് സാക്ഷിയായിട്ടുള്ള ഒരാളുണ്ട്, മൈത്രേയ മഹർഷി. വിതുരമഹാശയനെ പറ്റിയിട്ട് ഭഗവാൻ ഉദ്ധവനോട് ചില സൂചനകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉദ്ധവൻ മനസ്സാ പ്രണമിക്കുകയാണ് വിതുരമഹാശയനെ. എന്താണെന്നറിയുമോ? വിതുരനെ പോലൊരു മഹാത്മാവ് ആരാ ഉള്ളത് ഈ ലോകത്ത്? കാരണം ഭഗവാൻ സ്വധാമത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അവസാനമായിട്ട് പറയുകയാണ്, ഹേ ഉദ്ധവ, എൻ്റെ പരമഭക്തനായിരിക്കുന്ന വിതുരനെ വഴിക്ക് നീ കാണും, നീ പറഞ്ഞു കൊടുക്കണം മൈത്രേയ മഹർഷിയെ കാണാൻ. അത് പറഞ്ഞിട്ടാണ് ഭഗവാൻ സ്വധാമത്തിലേക്ക് പോണത്. നമ്മളൊക്കെ നമ്മുടെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ആരെ ഓർത്തുകൊണ്ടാ മരിക്കണം എന്ന് വിചാരിക്കുക? ഭഗവാനെ. ഭഗവാൻ ആരെ ഓർത്തുകൊണ്ട് പോയി? തൻ്റെ ഭക്തനായ വിതുരനെ. ഭഗവാൻ തൻ്റെ ഭക്തനായ വിതുരനെ സ്മരിച്ചുകൊണ്ടാണ് കടന്നുപോയതെങ്കിൽ വിതുര മഹാശയൻ്റെ തത്വത്തെപ്പറ്റി ഇനി എന്തെങ്കിലും ഒരു വാക്ക് വീതിയിൽ പറയണോ? അത്ര ആത്മസ്വരൂപനായിരിക്കുന്ന വിതുരനെ ഉദ്ധവൻ മനസ്സാ പ്രണമിക്കുകയാണ്. ആ വിതുരൻ തിരിച്ചു അങ്ങനെ തന്നെ ഉദ്ധവനെ പ്രണമിക്കണം. ഇതാണ് ഭക്തന്മാരുടെ സ്വഭാവം. പരസ്പരം ഭാവയന്ത, പരസ്പരം അവര് ഹൃദയത്തില് ഭഗവാനെ തന്നെയാ കാണുക. ഭക്തന്മാരെ കാണുമ്പോൾ വേറെ ആരെയും കാണാൻ പറ്റില്ല. ഇവിടെ ഒരു ഡയറക്ഷൻ കൊടുത്തു, നേരെ ചെല്ലുക മൈത്രേയ മഹർഷിയുടെ അടുത്ത്. അവിടെ ചെന്നാൽ ഒക്കെ അറിയാറാവും അങ്ങയ്ക്ക് എന്ന് പറഞ്ഞിട്ട് യാത്രയാക്കി. ഉദ്ധവൻ നേരെ ബദരിയിലേക്കും യാത്രയായി. അങ്ങനെ വിതുര മഹാശയൻ നേരെ മൈത്രേയ മഹർഷിയുടെ അടുത്ത് ചെല്ലുകയാണ്. ഇന്നും ആ സ്ഥലമുണ്ട് ബദരിയിൽ, ഹർക്കി പൗഡി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം കാണാം. നമ്മൾ ഹരിദ്വാറിൽ ചെന്നാൽ ആ ഗംഗാമയ്യ ആരാധനയൊക്കെ നടക്കുന്ന സ്ഥലത്ത് ഈ ധർമ്മം നടന്നു എന്നാണ് പറയുക. അവിടെ ചെന്ന് മൈത്രേയ മഹർഷിയെ നമസ്കരിച്ചു, വേണ്ടതൊക്കെ നേടുകയാണ്. അവിടെ തൊട്ടാണ് പ്രപഞ്ചോൽപത്തിയെ കുറിച്ചിട്ട് ആരംഭിക്കുക. ഇവിടെ ഒരു ഗുരുശിഷ്യ ബന്ധം എങ്ങനെ വേണം, ഒരു ഗുരു തത്വം എന്താണ്, ഒരു തത്വത്തെ എങ്ങനെ ദീക്ഷിക്കണം, ഇതൊക്കെ നമുക്കിപ്പോൾ ശ്രദ്ധയില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. ഒരു ഗുരുവിൻ്റെ അടുത്ത് എങ്ങനെ പോയി വിദ്യ നേടണം, ഇതൊക്കെ നമ്മൾ ഈ ഭാഗത്തിനൊടുവിൽ ഒരു ചെറിയ സംഗ്രഹമായിട്ട് പറയാമെന്ന് വിചാരിക്കാം. ഏതായാലും അവിടെ ചെന്നു മൈത്രേയ മഹർഷി പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. സർഗാദി ലീലകൾ തുടങ്ങി. അപ്പം പറഞ്ഞു കൊടുത്തു, സ്വായംഭൂവ മനു ശതരൂപ എന്നിവരുടെ കഥ പറഞ്ഞു. എന്നിട്ട് അവര് നേരെ ഭൂമിയെ ഉദ്ധരിക്കാൻ വേണ്ടി താഴേക്ക് പോവാന്ന് പറയുമ്പോൾ ഇവര് പറയുകയാണ്, അല്ലയോ ബ്രഹ്മദേവ, അങ്ങക്ക് എന്തു പറ്റി? അങ്ങ് താഴേക്കൊന്ന് നോക്ക്, അവിടെ ഭൂമി കാണാനില്ല. അപ്പോഴാണ് ആകെ ബ്രഹ്മാവ് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ്. തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കി, എന്താ വേണ്ടതെന്നൊന്ന് ആലോചിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ബോധ്യം ഉണ്ടായില്ല. ഭൂമി കാണാതെയായി എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യുക? അതിൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് അത് ഫ്ലക്ച്വേറ്റഡ് ആയിരിക്കുന്നു എന്നർത്ഥം, അത് രസാതലത്തിലേക്ക് പോയി എന്നർത്ഥം. കാണാനില്ല എന്നൊക്കെ പറയുന്നു. കുറേ നേരം ഇരുന്നു. ബുദ്ധിയുടേതായിരിക്കുന്ന തീക്ഷ്ണാലോചനകൾ അവസാനിച്ചപ്പോൾ ആത്മധ്യാനത്തിലേക്ക് കടന്നു വന്നു. ആ ധ്യാനാന്തർഗതമായിരിക്കുന്ന ആത്മബോധത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ശ്വാസത്തെ എന്തെന്നില്ലാത്തൊരു ക്രമദീക്ഷയിലേക്ക് വരുത്തിക്കാൻ പറ്റി. താൻ അറിയാതെ തന്നെ തൻ്റെ മൂക്കിൽ നിന്ന് താഴേക്കൊരു പന്നിക്കുട്ടി പുറത്തേക്ക് വന്നു എന്ന്. ആ ആളാണ് നമ്മൾ വരാഹം എന്ന് പറയുക. ആ വരാഹമൂർത്തി താഴേക്ക് ചെല്ലണു. ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന ആളെ ഇല്ലാണ്ടാക്കണമെന്നാണ് ഇതിൻ്റെ ഇത്രയും അന്തസത്ത. ഇതിൻ്റെ 2 പോർഷനാണുള്ളത്. അതുകൊണ്ട് ഇത്രയും ഭാഗം ഒന്ന് ചിന്തിച്ചിട്ട് കടന്നു പോകാം. 20 മിനിറ്റ് ഇനി ബാക്കിയുള്ളൂ. അപ്പം എന്താ സംഗതി ചോദിച്ചാൽ, ഈ വരാഹാവതാരത്തെ ഇങ്ങനെയാ നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഇതൊരു കെട്ടുകഥയായിട്ട് മാത്രമാണ് തോന്നുക. ഭാഗവതത്തിന് 3 ഭാഷകളുണ്ട്. ഒന്ന് ലൗകിക ഭാഷ, അത് കഥ പറയുക. രണ്ടാമത്തത് പരമത ഭാഷ, അത് ഉപനിഷത് പ്രോക്തമായ ഭാഷയാണ്. മൂന്നാമത്തെ ഭാഷയ്ക്ക് പറയുന്നതാണ് സമാധി ഭാഷ. ഈ ഭാഷയിലാണ് ഭാഗവതത്തെ നമ്മൾ ഒരു അനാലിസിസിന് വിധേയമാക്കേണ്ടത്. 1 ലൗകിക ഭാഷ, 2 പരമത ഭാഷ, 3 സമാധി ഭാഷ.
പരമതഭാഷയൊക്കെ ധാരാളം കാണാം. ഈശാവാസ്യം ഇതം സർവം എന്നുള്ളതിനൊക്കെ ആത്മാവസ്യ ഇതം സർവം എന്ന് പറഞ്ഞ അതേമാതിരി തന്നെ ഭാഗവതം പറയുന്നുണ്ട് പലതിക്കിലും. അപ്പം എങ്ങനെ ഈ കഥയെ നോക്കുക, എങ്ങനെയാണ് വരാഹത്തിലേക്ക് നമ്മൾ പോവേണ്ടത്? വരാഹം, ഇതിനെ യോഗശാസ്ത്രത്തിൽ നോക്കിയാൽ വ എന്ന് പറഞ്ഞാൽ യോഗസൂത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ കാരണജലം എന്നർത്ഥം. ര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അഗ്നിബീജമാണ്. ഹ സഹസ്രാര പത്മമാണ്. ഭാഗവത സപ്താഹത്തിൽ ആദ്യ ദിവസം ഈ പറയുന്ന വരാഹാവതാരം വരും. ഭാഗവത സപ്താഹം എന്ന് പറഞ്ഞാൽ തന്നെ മഹോപനിഷത്ത് ഉദ്ഘോഷിക്കുന്ന 7 ജ്ഞാനസോപാനങ്ങളാണ്. ഒന്നാമത്തെ ജ്ഞാനസോപാനത്തിന് ശുഭേച്ഛ എന്ന് പറയും. ആദ്യ ദിവസം നമ്മൾ എത്തിച്ചേരേണ്ട തലമാണത്. എങ്ങനെയാണ് ഈശ്വരപ്രാപ്തിയിലേക്ക് പോകേണ്ടത്, ഒരു പക്ക ഗൈഡൻസ് ആണ്. എങ്ങനെയാണ് ഈശ്വരാരാധന. രണ്ടാം ദിവസം സുവിചാരണ എന്നാ പറയുക, വൈരാഗ്യം ജനിക്കുക. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ദേഷ്യമല്ല, ഈശ്വരനോട് രാഗമുണ്ടാവുക, പ്രപഞ്ചത്തോട് രാഗം ഇല്ലാണ്ടിരിക്കുക. ഇത് രണ്ടും ഒന്നാണെന്ന് മനസ്സിലാകുമ്പോൾ രാഗമേ ഇല്ലാണ്ടാവും. അതന്നെ വൈരാഗ്യം. ഇനി മൂന്നാമത്തതാണ് ആത്മപ്രാപ്തി. ഒന്നാമത്തെ ശുഭേച്ഛ, രണ്ടാം ദിവസം സുവിചാരണ, മൂന്നാം ദിവസം ആത്മപ്രാപ്തി, നാലാം ദിവസം അസംസക്തി. അസംസക്തി അതാണ് ഗോവിന്ദ പട്ടാഭിഷേകത്തിലൊക്കെ എങ്ങനെയാണ് ഗോവർദ്ധനോദ്ധാരണം, പ്രാണോദ്ധാരണം എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കുക. അഞ്ചാം ദിവസം രുക്മിണി സ്വയംവരം എന്ന് പറയുന്നത് ജീവത് ബ്രഹ്മ ഐക്യബോധം എന്നുള്ള ജ്ഞാനസോപാനാണ്. ആറാം ദിവസം പദാർത്ഥാഭാവിനി ശ്രീരാമചരിതത്തിലൂടെ ഏകാദശ സ്കന്ധ നിരൂപണത്തിലൂടെ. ഇനിയോ ഏഴാം ദിവസം തുരീയ. അപ്പോൾ ഒന്നാം ദിവസം ശുഭേച്ഛ, രണ്ടാം ദിവസം സുവിചാരണ, മൂന്നാം ദിവസം ആത്മപ്രാപ്തി, നാലാം ദിവസം അസംസക്തി, അഞ്ചാം ദിവസം ജീവത് ബ്രഹ്മ ഐക്യബോധം, ആറാം ദിവസം പദാർത്ഥാഭാവിനി, ഏഴാം ദിവസം തുരീയഭാവം. അപ്പോൾ ഒന്നാമത്തെ ദിവസത്തിൽ വരാഹാവതാരത്തെ നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണുന്ന ശക്തമായിരിക്കുന്ന ചില ധാരണകളുണ്ട്. ഇവിടെ വരാഹമൂർത്തിയിലേക്കുള്ള പ്രയാണം എന്ന് പറഞ്ഞാൽ ഭാഗവതത്തെ പരീക്ഷിത്ത് കേട്ടിട്ടില്ല, ഭാഗവതത്തെ പരീക്ഷിത്ത് ഉപാസിക്കുകയാണ് ചെയ്തത്. നമ്മളൊക്കെ കേൾക്കാൻ പോണത് കൊണ്ടാണ് നമ്മൾ പിന്നെ ഇങ്ങനെ അങ്ങനെ പോവുക. ഉപാസനയാണെങ്കിൽ ഒറ്റ പ്രാവശ്യം മതിയെന്നാണ്. ആ പരീക്ഷിത് മഹാരാജാവ് സ്വന്തം മരണത്തെ ദൃഢീകരിച്ചു. നമ്മളൊക്കെ ചിലരൊക്കെ വിചാരിച്ചിരിക്കണം എന്താ വെച്ചാൽ തക്ഷകൻ കടിച്ചിട്ട് മരിക്കട്ടെ എന്നാണ് ശാപം എന്നാണ്. അങ്ങനെ ഭാഗവതം പറഞ്ഞിട്ടില്ല, കടിക്കട്ടെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. മരണം സ്വയം പരീക്ഷിത്ത് ഉറപ്പിച്ചതാണ്. ഇല്ലെങ്കിൽ പരീക്ഷത്തിന് കേൾക്കാൻ പറ്റില്ല. കാരണം നമ്മുടെയൊക്കെ മരണം ഒരു ദിവസം വരും എന്നറിയാത്തവരാരെങ്കിലും ഉണ്ടോ? എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പക്ഷെ അത് ഉറപ്പിക്കുമ്പോഴാണ്, അതിനൊരു കഥ തന്നെയുണ്ട്. പരീക്ഷിത്ത് തക്ഷകൻ എന്ന് കേട്ടപ്പോൾ തന്നെ മരിച്ചു എന്ന് ഉറപ്പിച്ച എങ്ങനെയാ? ഗാണ്ഡവത ആ സമയത്ത് അർജുനന്റെ അസ്ത്രങ്ങളേറ്റാണ് പരീക്ഷത്തിന്റെ ബന്ധുക്കൾ, ഈ തക്ഷകന്റെ ബന്ധുക്കളൊക്കെ മരിച്ചിട്ടുള്ളത്. അന്ന് തുടങ്ങിയതാണ് പാണ്ഡവകുലത്തിനോട് തക്ഷകനൊരു പക. പക്ഷെ അർജുനനോട് നേരിട്ട് എതിർക്കാൻ ശക്തിയില്ല. അതുകൊണ്ട് അർജുനന്റെ മകനെ കടിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ അതോടുകൂടി ഞാൻ തീരുമെന്ന് ഉറപ്പിച്ചു പരീക്ഷിത്. ഇതൊരു സിംബോളിക് റെപ്രസെന്റേഷനാണ്. കാരണം കാലമാകുന്ന വ്യാളം കൃത്യമായി എന്നെ ദംശിക്കും. ശരീരമെന്ന് പറയുന്നത് ഒരു വൈക്കോൽ തുറുവിന് സമാനമാണെന്ന ബോധം ഗുരു കൃപ കൊണ്ട് എന്നുണ്ടാവുന്നു അന്നാണ് ദീക്ഷ. നമ്മൾ എങ്ങനെയാപ്പോൾ ഒരു മന്ത്രം ജപിക്കുക, എങ്ങനെ ഒരു സമ്പ്രദായത്തിലേക്ക് വരാൻ ചോദിച്ചാൽ വെറുതെ വരാൻ പറ്റില്ല. അതെങ്ങനെ വരണം എന്നാണ് ആദ്യം പറയുന്നത്. വിതുരനായി മാറണം വരാഹത്തെ കിട്ടണമെങ്കിൽ. വിതുരൻ എന്ന് പറഞ്ഞാൽ ദുരല്ലാത്ത അവസ്ഥ, പാകത വന്ന അവസ്ഥ. അതായത് തന്ത്രാഗമങ്ങളുടെ ലോകത്തിൽ പ്രശസ്തനായിരിക്കുന്ന താന്ത്രികനാണ് അഭിനവഗുപ്തൻ. അഭിനവഗുപ്തൻ്റെ ഏറ്റവും ദൃഢമായിരിക്കുന്ന തന്ത്രസിദ്ധാന്തമാണ് തന്ത്രാലോകം. 9 വോളിയംസ് ആയിട്ട് ഇതിപ്പോൾ ചൗക്കാമ്പ ബുക്ക് സീരീസിൽ അവൈലബിൾ ആണ്. അതിലെങ്ങനെയാണ് ഒരു ദീക്ഷ എന്ന് പറയുന്നുണ്ട്. അതായത് വെറുതെ ഒരു മന്ത്രം ഇപ്പം ജപിക്കാമോ എന്ന് ഒരാൾ ചോദിച്ചാൽ അതിന് ഉത്തരമില്ല എന്ന് മാത്രമാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ മന്ത്രങ്ങൾ വിൽക്കുന്ന കാലമാണ്. പുസ്തകങ്ങളിലൂടെയൊക്കെ മന്ത്രം ജപിച്ച് നോക്കുക, എന്നിട്ട് സിദ്ധി ഉണ്ടാവുമോ എന്നൊക്കെ നോക്കുക, ഫലം ഉണ്ടോ എന്ന് നോക്കുക. ധനാഗമനത്തിനൊരു മന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് പല പല മാസികകളൊക്കെ നമ്മളെ പറ്റിക്കുകയാണ്. പക്ഷെ ഒരു മന്ത്രം എങ്ങനെയാണ് ജപിക്കുക എന്ന് ചോദിച്ചാൽ, വിതുരനായി തീരേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഉത്തമനായ ഗുരുവിനെ കണ്ടുപിടിക്കണം. അത് നമ്മൾ വിചാരിച്ചാൽ കിട്ടുന്നതുമല്ല. നമ്മൾക്ക് പാകത വന്നാൽ ഗുരു ഓട്ടോമാറ്റിക്കലി വന്നു ചേരും എന്നാണ് ആഗമതന്ത്രങ്ങളിൽ പറയുക. അങ്ങനെ ഗുരുവിനെ കിട്ടിയാൽ അവിടെ പോയി ദീക്ഷ വേണമെന്ന് പറഞ്ഞ് അവർ തരുമൊന്നുമില്ല. അപ്പം തന്നെ നമ്മളോട് പറയും കൂടെ നിന്നോളാൻ പറയും. അതിന് സമയമില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ കാണാട്ടോ എന്ന് പറയുക ചെയ്യുക. സമയമില്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇതൊന്നും. അതേസമയം ദീക്ഷാലക്ഷണങ്ങളൊക്കെ കണ്ടാൽ കൂടെ നിന്നോളാൻ പറയും കുറച്ചു കാലം. അപ്പോൾ ഗുരു നമ്മളെ ഒബ്സർവ് ചെയ്യും. ഈ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ കീൻ ഒബ്സർവേഷനാണ്.
നമ്മൾ എഴുന്നേൽക്കുന്ന സമയം, ഉറങ്ങുന്ന സമയം. പക്ഷെ അവിടെ ചെന്ന് നമ്പർ കാണിക്കരുത്. മനസ്സിലായില്ല? നമ്മളൊക്കെ ഒരുപാട് നമ്പരുമായിട്ട് നടക്കുന്നവരാ. അവിടെ ചെന്ന് ഗുരുവിനൊരു ഇമ്പ്രഷൻ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 6 മണിക്ക് എഴുന്നേക്കുള്ളൂ എന്നുണ്ടെങ്കിൽ 5 മണിക്ക് എഴുന്നേറ്റ് കാണിക്കരുത്. കാരണം ഞാനും നിങ്ങളുമൊക്കെ എഴുന്നേൽക്കുന്ന യാമങ്ങളുമായി ഒരു ദേവതയ്ക്ക് ബന്ധമുണ്ടാവും. ഈ സദസ്സിലിരിക്കുന്ന 1000 പേര് എഴുന്നേൽക്കുന്ന ഒരു സമയത്താണോ? അല്ല. ഉറങ്ങുന്ന സമയം, എഴുന്നേൽക്കുന്ന സമയം, ഇത് തമ്മിലൊരു ദേവതയ്ക്ക് ബന്ധമുണ്ടാവും. നമ്മളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം, രുചിയുമായൊരു ദേവതയ്ക്ക് ബന്ധമുണ്ടാവും. നമ്മളുടെ ശരീരഘടന, നമ്മുടെ ഭാഷ, നമ്മുടെ സംസാരം, ഇതൊക്കെ കൃത്യം ഒരു ദേവതയുമായിട്ട് ബന്ധമുണ്ടാവും. ചിലരിൽ 2 ദേവതമാരൊക്കെ കണ്ടുവന്ന് വരാം. അപ്പോൾ പണ്ടത്തെ ഋഷിക്ക് കൺഫ്യൂഷനൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഒരാളിൽ തന്നെ കൃഷ്ണൻ്റെ ക്വാളിറ്റി കാണുകയാണ്, അയാളിൽ തന്നെ ത്രിപുരസുന്ദരിയുടെ ക്വാളിറ്റി കാണുകയാണ്. ഗുരുവിന് സംശയമൊന്നുമില്ല, ഫ്യൂഷൻ കണ്ടുപിടിച്ചത് ഭാരതീയ ഋഷിയാണ്. ദേവതമാരെ തമ്മിൽ ഫ്യൂസ്ഡ് ആക്കി. അങ്ങനെ കൃഷ്ണനെയും ത്രിപുരസുന്ദരിയെയും കൂടെ ഫ്യൂസ്ഡ് ആക്കിയ ദേവതയുടെ പേരാണ് ഗോപാലസുന്ദരി. ഈ ഗോപാലസുന്ദരിയാണ് സാക്ഷാൽ വില്ലുമംഗല സ്വാമിയാരുടെ ഉപാസനാമൂർത്തി. ശ്രീചക്രത്തിൻ്റെ ആന്തരിക ഉപാസനാ വേളകളിൽ ഒരു പ്രത്യേക ചര്യയിൽ, അത് ഗുരുമുഖത്തു നിന്ന് കേട്ട് മനസ്സിലാക്കേണ്ടതാണ്, ഒരു കോമൺ ടോക്കിന് പറ്റിയ വിഷയമല്ല. ആ ചര്യയിലൂടെയാണ് ഗോപാലസുന്ദരിയെ സാക്ഷാത്കരിച്ചുകൊണ്ട് വില്ലുമംഗല സ്വാമിയാർ ഉയർന്ന പടികൾ കടന്നു പോയത്. അപ്പോൾ അങ്ങനെ ദേവത ഏതാണെന്ന് നിർണയിച്ചാൽ ആ ദേവതയെ തന്നെ ധ്യാനിക്കാൻ തരണമെന്നില്ലേ? പല പല സമ്പ്രദായങ്ങളുണ്ട്. അതിൽ മഹാഗണപതിയാകുന്ന മൂലാധാര ചക്രത്തിലെ ആ പറയുന്ന തീക്ഷ്ണമായിരിക്കുന്ന ബോധത്തെ ഉണർത്തിയെടുത്ത് ഈ കുണ്ടലിനി എന്ന് പറയുന്നത് പലരും വിചാരിച്ചിരിക്കുന്ന ഒരു പാമ്പ് അടിയിൽ ചുറ്റി കിടക്കുന്നു, അത് കുറേ കാലം ജപിച്ച് അവിടുന്ന് ചാടി എഴുന്നേറ്റ് ഇപ്പുറത്തേക്ക് വരും. ഇപ്പം ഈ സിംപ്ലിഫൈഡ് കുണ്ടലിനിയൊക്കെ ഉണ്ടെന്നാണ് കേട്ടെ. അങ്ങനെയുണ്ട്, ലളിതവത്കൃത കുണ്ടലിനി. 3 സെക്കൻഡ് കൊണ്ടൊക്കെ ഈ സാധനം ചാടി വരും അത്രേ. എന്നാൽ പിന്നെ ഇതിനൊന്നും പോകണ്ടല്ലോ, വെറുതെ അതിന് പോയാൽ മതിയല്ലോ. അതങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ കച്ചവടമായി മാറിക്കഴിഞ്ഞു, പറയാതെ നിവൃത്തിയില്ല. ഈ സാധനം ഇവിടുന്ന് പൊങ്ങി വരുമെന്നില്ല. ഇത് കോൺഷ്യസ്നെസ്സിൻ്റെ വേൾഡാണ്. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉത്തമന്മാരെ സമീപിച്ചില്ലെങ്കിൽ അധപ്പതിക്കാൻ വേറെ വഴിയൊന്നും വേണ്ടാനും. അത്ര ത്യാഗമനോഭാവമില്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല തന്ത്രം. തന്യതേ വിസ്താര്യതേ ജ്ഞാനം അനേന ഇത് തന്ത്ര. ഭാഗവത് ഒന്നാന്തരം ഒരു തന്ത്രശാസ്ത്ര ഗ്രന്ഥ. കൃഷ്ണൻ ഒന്നാന്തരം ഒരു സമയാചാരനിഷ്ഠത ഭാവത്തിൽ വർത്തിച്ച മഹാപുരുഷനാണ്. കാരണം താൻ കടന്നുപോയ വഴികളൊക്കെ ഭ്രമിപ്പിച്ചുകൊണ്ട് കടന്നുപോയി. ലോകത്തെ പല ആളുകളെയും നമ്മൾ തെറ്റിദ്ധരിച്ചു. ഓഷോ, രജനീഷ്, ഇവരൊക്കെ കേൾക്കുമ്പോൾ ഒരു അറപ്പ. പക്ഷേ അവരൊക്കെ പോയ വഴി അപാരമായ വഴിയാണ്. തൻ്റെ കൂടെ കൂടിയവരെയൊക്കെ പറഞ്ഞു വിട്ടു, അധപ്പതിക്കാനുള്ള വഴി കൊടുത്ത് പറഞ്ഞു വിട്ടു. അവരൊക്കെ രാജപാതയിലൂടെ കടന്നുപോയി. അത് ഒരു മാർഗമാണ്. അതുകൊണ്ടാണ് മഹാത്മാക്കളുടെ കൂടെ നടന്നവരാരും രക്ഷപ്പെട്ടിട്ടില്ല. മനസ്സിലായില്ല? പരിശോധിച്ച് നോക്കുക. അവരൊക്കെ അവരുടെ പേര് പറഞ്ഞ് ഭ്രമിക്കും. ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ മാത്രമായിട്ടാണ് ഇപ്പോൾ ആധ്യാത്മികത. ഇത് മാറാനാണ് ആധ്യാത്മികത എന്നുള്ളത് ചിന്ത വിട്ടുപോകും. അതുകൊണ്ടാണ് സൗന്ദര്യലയിൽ പറയുക, ഓരോരോ തന്ത്രമുണ്ടാക്കി പശുപതി, അത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട് ആരോ ഒരാൾ, പേര് ഞാൻ ഓർക്കണില്ല. എന്തായാലും ശരി, ശ്ലോകം എങ്ങനെയാണ്? ഓരോരോ സിദ്ധി നൽകും പടിയുരറുപതും 4 തന്ത്രം പാരെല്ലാവും ചതിച്ച ആ പശുപതി പരമാനന്ദം ഉൾക്കൊണ്ടിരിക്കെ. ഇതൊക്കെ ത്യാഗമനോഭാവമില്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നർത്ഥം. അതാണ് ഇവിടെ ആധാരചക്രങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള സാധനാമാർഗ വേളകളിൽ ഗുരു ശിഷ്യന് പകർന്നു കൊടുക്കുന്ന ജ്ഞാനത്തിൻ്റെയും ഉപാസനയുടെയും പരമമായ വഴികളുണ്ട്. അതൊക്കെ ഗുരുമുഖത്തുനിന്ന് കേട്ട് മനസ്സിലാക്കേണ്ടതാണ്. കൗളമാർഗമോ സമയാചാരമോ ഏത് മാർഗമാണെങ്കിലും ആ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അത്യന്തം ഭാസുരമായ ലോകങ്ങളാണ്. പക്ഷേ ശ്രദ്ധാപൂർവം വേണം. ഏതായാലും ശരി, ഇവിടെ അങ്ങനെ ഒരു ഗുരുതത്വം എന്ന് പറയുന്നത് ശിഷ്യനിലുള്ള ദേവത ഏതാണെന്ന് നിജപ്പെടുത്തിയിട്ടാണ് ഉപാസനയും സാധനയും നമ്മൾക്ക് വേണ്ടി പകർന്നു തരുന്നതെങ്കിൽ വഴിതെറ്റാതെ ഒരു കരക്കണയ്ക്കാൻ പറ്റും. അതാണ് വിതുരനാവുക എന്ന് പറഞ്ഞാൽ. ഈ വരാഹമൂർത്തിയെ കാണണമെങ്കിൽ ആദ്യം സ്വയം റെക്ടിഫൈഡ് ആവണം. അങ്ങനെ റെക്ടിഫൈഡ് ആയി കഴിഞ്ഞാൽ ദാ അടുത്ത നോക്കുക, വൈരാഗ്യം. അതാണ് വിതുര മഹാശയൻ വീട് വിട്ടിറങ്ങി പോയി എന്ന് പറയുക. ഇത് ഒരു സാധനാമാർഗത്തിൻ്റെ ചരിത്രമാണ് വരാഹാവതാരം. അപ്പോൾ വിതുരനായിട്ട് മാറണം. സ്റ്റെപ്പ് 1 വിതുരനാവുക. 2ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വൈരാഗ്യം വരിക. അത് ദൃഢമാവണം. വൈരാഗ്യം ദൃഢമായി സർവ്വതും ഉപേക്ഷിച്ച് കൊണ്ട് കടന്നു പോകുമ്പോഴാണ് സത്സംഗത്തിന് യോഗ്യത ഉണ്ടാവുക. അതാണ് വിതുര മൈത്രേയ സംവാദവും അതിനു മുമ്പുള്ള വിതുരുദ്ധവ സംവാദവും. അപ്പോൾ വിതുരനും ഉദ്ധവനും നമ്മൾ കണ്ടുമുട്ടി എന്ന് പറഞ്ഞാൽ ഉദ്ധരിക്കപ്പെടാനുള്ള മാർഗം നമ്മുടെ ചര്യ
ധർമ്മനിഷ്ഠാപൂർവമാണെങ്കിൽ സംശയം വേണ്ട, കിട്ടും. അങ്ങനെ സത്സംഗത്തിലൂടെ കാലം കഴിച്ചാൽ മൈത്രേയ മഹർഷിയെ പോലുള്ള മഹാഗുരുക്കന്മാരെടുത്ത് ചെല്ലാം. അവരിലൂടെ കടന്നു പോയാൽ ബ്രഹ്മാവ് ഇനി കടന്നു വരികയാണ് ഈ കഥയിൽ. ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജാഗ്രത അവസ്ഥയിലെ ബോധം. അല്ലാതെ 3 തലയും 4 തലയുള്ള ഒരാളെന്നല്ല. കാരണം സൃഷ്ടികർത്താവാണ് ബ്രഹ്മാവ്. സൃഷ്ടികർത്താവ് എന്ന് പറഞ്ഞാൽ ആരാ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സത്രവേദി ഇവിടെ ഉണ്ട്, ഇവിടെ മഹാപുരുഷന്മാരുടെ സ്മരണ തലങ്ങളുണ്ട്, ഭഗവാനുണ്ടെന്നൊക്കെ കാണിച്ചു തരുന്നത് ആരാ? നമ്മുടെ കണ്ണാണ്. പക്ഷെ കണ്ണ് മാത്രം ഉണ്ടായ കാഴ്ചയാവില്ല. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണ്. കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ. അതായത് ഈ കോൺഷ്യസ്നസ് ഉണർന്നിരിക്കുമ്പോൾ മാത്രമാണ് പ്രപഞ്ച സൃഷ്ടിയുള്ളത്. അപ്പൊ സൃഷ്ടികർത്താവ് ജാഗ്രത അവസ്ഥയിലെ ബോധമാണ്. അതാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവ് എന്താ ചെയ്തതെന്ന് നോക്കൂ. സ്വയംഭൂവ മനു ശതരൂപ എന്നിവരെ സൃഷ്ടിച്ചു എന്നാണ് കഥയിൽ. എന്നിട്ട് ഇവരോട് താഴേക്ക് പോകാൻ പറഞ്ഞു. അപ്പോഴാണ് ഒരു ഹിരണ്യാക്ഷന്റെ കഥ ഇടയ്ക്ക് കടന്നു വരിക. ഹിരണ്യാക്ഷൻ ആരാന്നുള്ള സദസ്സിലുള്ള എല്ലാവർക്കും അറിയാം. കാരണം എലൈറ്റൻ്റ് ഓഡിയൻസ് ആയതുകൊണ്ട് കഥയൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ ദിതിയുടെയും കശ്യപൻ്റെയും പുത്രനാണ്. ഇവിടെ വിസ്തൃതമായൊരു പഠനമാണുള്ളത്. 10 മിനിറ്റ് ഇനി ബാക്കിയുള്ളൂ. അങ്ങനെയാണ്. കാരണം ദിതിയും കശ്യപനും കൂടെ എന്താ ചെയ്തതെന്ന് ആലോചിക്കുക. സന്ധ്യാവേളയിൽ അനാചാരം ചെയ്തു എന്നാണ്. അങ്ങനെയാണ് ഈ ലോകകണ്ഠകന്മാരായ പുത്രന്മാർ ജനിച്ചത്. ഈ സന്ധ്യാവേളയിൽ അനാചാരം ചെയ്തു എന്ന് പറഞ്ഞാൽ സന്ധ്യാവന്ദനം കഴിഞ്ഞു വരുന്ന കശ്യപനെ ദിതി കാമാതുരയായി സമീപിച്ചുവെന്നും അങ്ങനെ സന്ധ്യാവേളയിൽ ലൗകിക കാമനകളുടെ പൂർത്തീകരണത്തിലൂടെ ജനിച്ചവരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. ഇവിടെ നിർത്തി ചിന്തിക്കണം. ഒരമ്മ ആരാവണം, ഒരു സ്ത്രീ ആരാവണം? സ്ത്രീത്വത്തിന് അധപതനം ഉണ്ടായ ലോകം അധപതിക്കുന്ന ഭാരതീയന്റെ സിദ്ധാന്തം. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഹിരണ്യാക്ഷൻ എന്ന വാക്കിന് അർത്ഥം എന്താ? ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം, അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ്. സ്വർണത്തിൽ കണ്ണുള്ളവനാരോ അവൻ ഹിരണ്യാക്ഷൻ. എക്സിബിഷനിസ്റ്റാണ് ഹിരണ്യാക്ഷൻ, ആഡംബര ഭ്രമമുള്ളവൻ. അല്ലെങ്കിൽ ഈ സ്വർണം എന്ന് പറയുന്ന സാധനം മലയാളിക്കുള്ള പോലെ ഭ്രമം വേറെ എവിടെയും കാണാനില്ല. പക്ഷെ സ്വർണം അത്ര നന്നല്ല കേട്ടോ. കാരണം ഈ സ്വർണം ഇടുന്നവർ സൂക്ഷിക്കണം. മലയാളിക്ക് ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമായൊരു സാധനമാണ് ഈ സ്വർണം. കാരണവന്മാരുണ്ടാക്കിയിരുന്ന പഴയ സ്വർണം കൊണ്ട് കടയിൽ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. എന്നിട്ട് പുതിയത് വാങ്ങി കഴുത്തിലിടുമ്പോൾ അതിന് തിളക്കം കൂടുതലാണ്. അതിനകത്ത് ചേർക്കുന്ന ചെമ്പല്ല, റുബീഡിയവും ഇറിഡിയവുമാണ്. നിങ്ങളുടെ കുട്ടിയുടെ കഴുത്തിൽ മുഴയുണ്ടായിട്ടുണ്ടെങ്കിൽ പോയി അന്വേഷിച്ച് നോക്കുക എന്താ കാരണം എന്നുള്ളത്. ഇതാണ് ഹിരണ്യാക്ഷന്റെ സ്വഭാവം. മനസ്സിലായില്ല? ഇത് മാത്രമല്ല, ഏറ്റവും ജടിലമായിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു സമൂഹം. അതെന്താ കാരണം നോക്ക്. സ്ത്രീ സ്ത്രീ ആവണം, പുരുഷൻ പുരുഷനാവണം. ഇല്ലെങ്കിൽ ഹിരണ്യാക്ഷന്മാർ ജനിക്കും. ഒരു തലമുറ മുഴുവനും ഹിരണ്യാക്ഷന്മാരായിട്ട് മാറുകയാണ് നമ്മുടെ നാട്ടിൽ. എന്താ കാരണം? അവരുടെ കുഴപ്പം കൊണ്ടല്ല, യാതൊരു തർക്കവും വേണ്ട. ഇവിടെ കുഴപ്പം അച്ഛനമ്മമാർക്ക് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. നിങ്ങൾ എന്തൊക്കെ വാദം പറഞ്ഞാലും എനിക്ക് അത് എതിർക്കാനൊന്നും പറ്റില്ല. കാരണം എതിർക്കേണ്ടത് ഭാരതീയൻ്റെ സ്വഭാവമല്ല, ഒരു തത്വം പറയുകയാണ് ഇവിടെ. ആലോചിച്ച് നോക്കാം. നമ്മൾ പണ്ടത്തെ സ്ത്രീ, ഇപ്പോഴത്തെ സ്ത്രീ, ഇവിടെ ദിതി എന്ന് പറയുന്ന ഡ്യുവാലിറ്റിയുടെ പ്രതീകമായ സ്ത്രീയെ എടുത്ത് പരിശോധിച്ച് നോക്കണം. ദിതി എന്ന് പറഞ്ഞ വാക്കിന് തന്നെ അങ്ങനെയാണ്, ദ്വൈതവാസന ഉണ്ടാക്കുന്നവൾ എന്നാണ്. പണ്ടൊക്കെ സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യമൊക്കെ ഇപ്പം ചെയ്യുന്ന ആരാ? മനസ്സിലായില്ല? ഇവിടെ ഇടയില്ല. പുരുഷൻ ചെയ്യുന്നതൊക്കെ ചെയ്യുന്ന ആരാ? കുട്ടിക്ക് പാല് കൊടുക്കുന്നതൊക്കെ ഇപ്പം ചേട്ടനാ. ഞാൻ തമാശ പറഞ്ഞല്ല, ട്രെയിനിലൊക്കെ ചെല്ലുമ്പോൾ കാണാം പാൽക്കുപ്പിയായിട്ടിരിക്കുന്നത്. മനസ്സിലായില്ല? കുട്ടിയുടെ കയ്യിലൊരു പാൽക്കുപ്പി കണ്ടിട്ടില്ല? ചെറുപ്പകാലങ്ങളിലുള്ള ശീലം കേൾക്കാൻ വയ്യ. സംശയമില്ലല്ലോ? ഇനി മാറ്റി പറയോ? ഉറപ്പാണ്. ചെറുപ്പത്തിൽ അമ്മമാർ ആരുടെയൊക്കെ കയ്യിലൊരു കുപ്പി കൊടുത്തിട്ടുണ്ടോ അവരുടെയൊക്കെ കയ്യിൽ പിൽക്കാലത്ത് ഒരു കുപ്പി ഉണ്ടാവും. മനസ്സിലായില്ല? അകത്തെ സാധനത്തിന് ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. എത്ര അക്രമങ്ങളാണ് നമ്മുടെ അമ്മമാർ കാണിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഒരു സ്ത്രീ അല്ലാതായപ്പോഴാണ് ഇവിടെ ഹിരണ്യാക്ഷന്മാരുണ്ടായത്. ആലോചിച്ചിട്ടുണ്ടോ കാടത്തം കാണിക്കുന്നത്? പണ്ടത്തെ അമ്മ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ഭാസുരമായ ലോകമാണ്. അമ്മയല്ലാതെ അവന് മറ്റാരും ഉണ്ടായിരുന്നില്ല. നെഞ്ചോട് ചേർത്ത് ലാളിക്കാൻ വയ്യ ഇപ്പോഴത്തെ അമ്മമാർക്ക്. പുതിയ പഠിപ്പ്, ഞാനും കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ്. ഇപ്പോഴത്തെ ഈ പ്രൊഫഷണൽ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ ഇറങ്ങി വരുമ്പോൾ
ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ? ഡോക്ടറെയും എഞ്ചിനീയറെയും എഞ്ചിനീയർ അഡ്വക്കറ്റിനെയും ഒക്കെ വിവാഹം കഴിച്ച് നിങ്ങൾ വിദ്യാഭ്യാസം നേടിക്കൊടുത്ത തലമുറ വിവാഹ ജീവിതം ആരംഭിക്കുമ്പോൾ എത്ര കുട്ടികൾ സ്വന്തം അച്ഛനെയും അമ്മയും ഒരുമിച്ച് താമസിപ്പിക്കാറുണ്ട്? ആലോചിച്ച് നോക്ക്. എന്ത് നേടി നമ്മൾ വിദ്യ കൊണ്ട്? എന്നിട്ട് അമ്മമാര് കാണിക്കുന്നതാണെങ്കിലോ, പണ്ടത്തെ അമ്മ ഇപ്പോഴത്തെ അമ്മ എടുത്തു നോക്കുക. ഒരു കുട്ടിയുടെ അരയിൽ പണ്ടത്തെ അമ്മ ജനിച്ചാൽ കെട്ടിക്കൊടുക്കുന്നൊരു സാധനമുണ്ട്. ഏതാ? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കൂമ്പാളാന്ന് പറയും, കവുങ്ങിൻ്റെ ഗർഭപാത്രം. ഇപ്പോഴത്തെ അമ്മമാർ കുട്ടികളുടെ അരയെ ഒരു സാധനം കെട്ടിക്കൊടുക്കും. കാടത്തമാണ്. എൻ്റെ അഭിപ്രായമൊന്നുമല്ല, ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം തന്നെയാണ്. ഒരു കുട്ടിയുടെ അരയിൽ മലമൂത്ര വിസർജനം പോലും ചെയ്യാൻ സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ ഈ സാധനം കെട്ടിക്കൊടുക്കുന്നതിൻ്റെ തിക്തഫലം 3 വയസ്സുകാരന് പോലും ഇവിടെ ഹെർണിയയാണ്. സ്വന്തം കുട്ടിയുടെ മലമൂത്ര വിസർജനങ്ങൾ സ്വന്തം ശരീരത്തിൽ പതിക്കുന്നത് വൃത്തികേടാണെന്ന് വിചാരിക്കുന്നവര് നല്ല വഴിയുണ്ട്, കല്യാണം കഴിക്കാതെ ജീവിച്ചോളുക. ഞാൻ തമാശ പറയല്ല, ഒരിക്കലും തമാശയായിട്ട് പറഞ്ഞല്ല. ആ കുട്ടികളെ നോവിക്കുകയാണ് നമ്മൾ. ഇതാണ് ദിതിയുടെ സ്വഭാവം. അല്ലാതെ ദിതി ആരെയോ കയറി പിടിച്ചു നല്ല ഭാഗവതം പറഞ്ഞത്. ഡ്യുവാലിറ്റി ഉണ്ടാക്കുന്ന ഏതൊരു തത്വവും ദിതിയാണ്. ആ ദിത്വം കശ്യപനോട് ചേർന്നാൽ ഉണ്ടാകുന്ന, സമൂഹത്തിലുണ്ടാകുന്ന സകലങ്ങളായ വിനാശങ്ങളാണ് ഹിരണ്യാക്ഷ തത്വം. ആ ഹിരണ്യാക്ഷം ഇല്ലാണ്ടാക്കണമെങ്കിൽ വരേണ്ടത് സാധനയുടെ മാർഗം തന്നെയാണ്. സദാചാരയുക്തമായ ജീവിതം, സദാചാരബോധം, ധർമ്മം, അതൊക്കെ കടന്നിട്ട് വേണം സാധനാ മാർഗത്തിലേക്ക് വരാൻ. അല്ലാതെ ഈ കണ്ട കാലം എത്രയും നമ്മൾ പലതും പഠിച്ച് തന്ത്രം എന്നൊക്കെ പറയുന്ന എന്തു ആകാം എന്നുള്ളൊരു ബോധം, എന്ത് ചെയ്യാന്നുള്ളൊരു ബോധം, അങ്ങനെയൊക്കെയുണ്ട്. കൗളമാർഗക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൊട്ടൊക്കെ തൊട്ടാൽ തന്ത്രമായി. പിന്നെ എന്തു ആവാം, കാണിക്കുന്നതൊക്കെ തന്ത്രം. ഇതൊന്നും സാധനാ മാർഗമല്ല. സാധന എന്ന് പറയുന്നത് വ്യക്തമായിരിക്കുന്ന ഗുരുകൃപ കൊണ്ട് സാധിച്ചെടുത്ത് സ്വന്തം ശരീരത്തിലെ ഈ പറയുന്ന മൂലാധാര അന്തർഗതയായ പരാശക്തിയെ ജാജ്വല്യമാനമായിരിക്കുന്ന ഷഡ്ചക്രങ്ങൾ ഭേദിച്ച് രകാരം എന്ന അഗ്നിബീജത്തിന്റെ സഹായത്തോടെ സഹസ്രാരപത്മത്തിൽ എത്തിച്ചേർന്ന് സമ്മേളിതമാകുന്ന ശിവശക്തി തയോരൈക്യം, കാമേശ്വരന്റെ മടിയിൽ ആ കിടക്കുന്ന സാക്ഷാൽ കാമേശ്വരിയെ എങ്ങനെ യോജിപ്പിക്കണം എന്നുള്ളതിൻ്റെ ഭാസുരമായൊരു തന്ത്രലോകം തന്നെയാണ് വരാഹാവതാരം. അതിൻ്റെ ഒരു വേർഷനിൽ, ആ ഒരു വേർഷനെ നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ആദ്യം വേണ്ടത് യുക്തി സഹമായി ചിന്തിച്ച് ആധ്യാത്മികതയെ കൈകാര്യം ചെയ്യലാണ്. അപ്പോൾ വിതുരനായി മാറുക, ആ വിതുരത്വത്തിലൂടെ പതുക്കെ സത്സംഗത്തിലേക്ക് വരിക, സത്സംഗ സഹായത്തോടു കൂടി ഗുരുവിനെ കിട്ടുക. ആ ഗുരുകൃപ കൊണ്ട് ബോധത്തെ റെക്ടിഫൈഡ് ആക്കി ബ്രഹ്മാവിൻ്റെ മൂക്കിലൂടെ ഒരു വരാഹം വന്നു എന്ന കഥയിൽ. ഈ മൂക്കിലൂടെ വരാഹം വന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സിംബോളിക് റിപ്രസെൻറ്റേഷനാണ്. പ്രാണായാമത്തിൻ്റെ ഭസ്ത്രിത പ്രാണായാമത്തിൻ്റെ മൂർച്ഛ പ്രാണായാമത്തിൻ്റെ തലങ്ങളിലൂടെ സ്വന്തമായി നമ്മൾ ആർജിക്കേണ്ട തീക്ഷ്ണമായ അവബോധം തന്നെയാണ് വരാഹാവതാരം. അതിനൊക്കെ ഉത്തമന്മാരായ ഗുരുനാഥന്മാർ വേണം. അല്ലാതെ വെറുതെ പോയി പ്രാണായാമം ചെയ്താൽ ബ്രെയിൻ കഭാശ്ലേഷിതമായി പോവും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഡോക്ടർമാരെ സമീപിച്ചാൽ അവർ കുറിച്ച് തരുന്ന മരുന്ന് കൊണ്ട് ഇത് മാറുന്ന സ്വപ്നത്തിൽ വിചാരിക്കരുത്, മരിച്ചു പോയുള്ളൂ. അതുകൊണ്ട് ഉത്തമന്മാരെ സമീപിച്ചുകൊണ്ട് പരീക്ഷത്തിൻ്റെ ഭാഗവതോപാസന എത്ര ശക്തമാണോ അതേപോലെ വരാഹമൂർത്തിയെ സാക്ഷാത്കരിക്കണം. അതിന് വിതുരനായി മാറണം. ആ വൈദുരിക ഭാവത്തിലൂടെ, ശക്തമായിരിക്കുന്ന ഉപാസനയിലൂടെ, സാധനാമാർഗത്തിലൂടെ, ഗുരു കൃപയിലൂടെ എങ്ങനെ സ്വന്തം ശരീരത്തിൻ്റെ ആ കുണ്ടലിനി പ്രാദുർഭാവം, പ്രാണശക്തി ഉദ്ധാവിപ്പിക്കാമെന്ന ശക്തമായ ബോധമാണ് വരാഹാവതാരത്തിലൂടെ ലഭിക്കേണ്ടത്. സമയം കഴിഞ്ഞു. അപ്പോൾ ഏതായാലും ഇതൊരു പ്രഭാഷണമായിട്ടൊന്നുമല്ല. കാരണം ഞാൻ ഇന്നിവിടെ വന്നത് തന്നെ ഭൂമാനന്ദ സ്വാമിയുടെ പ്രഭാഷണം കേൾക്കാം. ഇത് കഴിഞ്ഞിട്ടുള്ള നിർമ്മലാനന്ദഗിരി സ്വാമിജിയുടെ പ്രഭാഷണം കേൾക്കാമെന്നുള്ള 2 സദ്യ കഴിക്കാൻ വന്നതാണ്. ഇടയിൽ എന്തോ ഒരു ചെറിയ സമയം കിട്ടിയപ്പോൾ ഏതോ ജന്മത്തിൽ ഏതോ ഒരു ചെറിയ സുഹൃതം കൊണ്ട് ഇത്രയും പേരെ ഇവിടെ വന്ന് എന്തോ പറയാനായിട്ട് ഭഗവാൻ ഒരു അവസരം തന്നു. ഇതൊരു അതിവിനയൊന്നുമല്ല, വസ്തുതയാണ്. കാരണം അതിവിനയത്തിൻ്റെ ഒന്നും ആവശ്യം ഈ വേദിയിലില്ല. അപ്പം അതുകൊണ്ട് സമയം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. മഹാത്മാക്കളുടെ സമയം അപഹരിക്കാൻ പാടില്ല, ബ്രഹ്മഹത്യാഭാവത്തിന് തുല്യമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. ഇനിയൊരു വാക്കില്ല. എന്തെങ്കിലും പറഞ്ഞത് ആർക്കെങ്കിലും കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇനി വന്നിരിക്കുന്നവരുടെ പാദങ്ങളിൽ സമർപ്പിക്കുക. അവരുടെയൊക്കെ കൃപ കൊണ്ടാണ് ഇത് പറഞ്ഞത്. എന്തെങ്കിലും മനസ്സിലായില്ല,
വ്യാകരണപരമായ വികലതകൾ, സ്ഖലിതങ്ങൾ അതൊക്കെ പറഞ്ഞ ആളിൻ്റെ മാത്രമാണ്. വിഷയം പിടികിട്ടിയിട്ടില്ലെങ്കിലും അത് മുഴുവൻ പറഞ്ഞ ആളുടെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ലോകങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ രാജരാജേശ്വരി ഇച്ഛിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദങ്ങളിൽ, സ്വാമിജിമാരുടെ എല്ലാവരുടെയും പാദങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീനാരായണ ഇത് സമർപ്പയാമിയം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സ ബ്രഹ്മാർപ്പണമസ്തു പരമാത്മനെ.